അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ രാജേട്ടനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ട ശേഷം പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാനും നമുക്ക് അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ രാജേട്ടനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്കൊപ്പം സമയച്ചൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വിശേഷാൽ അരോമ ടി വിയിൽ എൻ്റെ സാക്ഷ്യത്തിനായി എന്നെ ക്ഷണിച്ച ദാനിയൽ ജോൺ സാറിന് പാസ്റ്റർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു. എനിക്ക് അരോമ ടി വിയിൽ സാക്ഷ്യമായി വരാൻ സഹായിച്ചത് എൻ്റെ ഗിരീഷ് പാഷാണ്. എന്റെ മോനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പോഴും സത്യത്തിലേക്ക് പോയി ശുശ്രൂഷിക്കുന്ന ഒരു അപ്പനാണ് ഇവിടെ. ഞാൻ വലിയ നല്ലൊരു ശുശ്രൂഷകനാണ്. എന്നെ പോലെ ഹിന്ദു ഫാമിലിയിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന പൊന്നു മോനാണ് അവൻ. മുഖാന്തരം അനേകർക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനൊക്കെ, ഞങ്ങളുടെ കുലങ്ങൾക്ക് കൂട്ടമായി ആരാധിക്കാനൊക്കെ ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കുന്ന ഓർത്ത് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ എന്നെ കേൾക്കുന്ന എൻ്റെ ആരോമ്യ ടി വിയിലെ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് സ്നേഹവന്ദനം തരുന്നു. ഞാൻ കർത്താവായ യേശുവിനെ അറിയാനും അനുഭവിപ്പാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നത് അഞ്ചൽ പട്ടണത്തിൽ വെച്ചാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. എൻ്റെ നാട് തൃശ്ശൂരാണ്. ദേശം ചൊവ്വൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നതല്ല. എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്ക് 5 മക്കളാണ്. മൂത്താളുടെ പേര് പ്രകാശൻ, പിന്നെ ചേച്ചിയാണ് ഉഷ, പിന്നെ ഞാൻ രാജു, പിന്നെ എനിക്ക് 2 അനുജത്തിമാര് ഷീല, രജനി. ഇതാണ് എൻ്റെ കുടുംബം. ഒരു സാധാരണ കുടുംബമാണ് എൻ്റെ കുടുംബം. ഒരു മിഡിൽ ക്ലാസ്. എൻ്റെ അച്ഛൻ്റെ ജോബ് ഫർണിച്ചർ വർക്കാണ്. ഞങ്ങളുടെ ദേശത്ത് ഫർണിച്ചർ വ്യവസായമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായാലും മുസ്ലിംസ് ആയാലും എല്ലാവരും ഈ ഫർണിച്ചറിന്റെ ബിസിനസ് ചെയ്യുന്നവരാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ വരാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുന്നത് 1986 ഞാൻ ബിസിനസ്സിനായി, ഫർണിച്ചർ ബിസിനസ്സിനായി അഞ്ചലിലേക്ക് വരുന്നത്. സ്തോത്രം. ഞാൻ ബാക്കിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് യേശുവിന്റെ അരികിലേക്ക് ഓടിയെത്തി സാക്ഷീകരിക്കാനാണ് ഞാൻ ആഗ്രഹം. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. അതിൽ ഞാൻ ഈഴവ സമുദായക്കാരനാണ്. അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നെ എൻ്റെ അച്ഛനാണ് ഞങ്ങളൊക്കെ വളർത്തിയത്. പിന്നെ ഫർണിച്ചർ, എൻ്റെ ചേട്ടൻ ഫർണിച്ചറിന്റെ വർക്ക് തന്നെ, ഞാൻ ആ വർക്കിൽ തന്നെയായി ബിസിനസ് പരമായ രീതിയിൽ അവിടെ നിന്ന് ഈ ദേശത്തേക്ക് വരണം. എന്നാൽ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പള്ളിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, അങ്ങനെ തന്നെയാണ്. കാരണം വലിയ പടുകുറ്റൻ കത്തോലിക്ക പള്ളിയാണ് എൻ്റെ വീടിന് ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ്. എൻ്റെ മതിൽ കഴിഞ്ഞിട്ടുള്ള വീട് സ്ഥലം എൻ്റെയാണ്. സ്തോത്രം. അപ്പോ ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, വളർന്നതല്ല. പള്ളിയുടെ അകത്തോടെയാണ് ഞാൻ പഠിക്കാൻ പോയിരുന്നതും തിരിച്ചു വരുന്നതും. പള്ളിയിൽ അച്ഛന്മാരുടെ കൂടെ ആഹാരം കഴിച്ചു വളർന്ന ആളാണ് ഞാൻ. പക്ഷെ യേശുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം പള്ളിയിലെ പാട്ടും ആരാധനയും 5 മണിക്ക് പാട്ടിടും, അതൊക്കെ കണ്ടു വളർന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് യേശുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ യേശുവിനെ ആരാധിച്ചിരുന്നില്ല. കാരണം എനിക്ക് ദേവീദേവന്മാർ എൻ്റെ ഭവനത്തിൽ ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് സ്വന്തം പാമ്പുംകാവുണ്ട്. എൻ്റെ അമ്മ ചൂരുവളപ്പള്ളിയാണ്. അവിടെ തറവാട്ടിൽ പാമ്പുംകാവുണ്ട്. എൻ്റെ അച്ഛൻ പെരുമ്പറമ്പിലാണ്. ഞങ്ങൾ, എനിക്ക് സ്വന്തമായി ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. അതുകൊണ്ട് യേശുവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അത് യേശു കണ്ടിരുന്നു എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ, എനിക്ക് 2 സഹോദരിമാർ വിവാഹിതരല്ല. ചേട്ടൻ വിവാഹിതനാണ്. എൻ്റെ ചേച്ചി വിവാഹിത ആയിരുന്നു ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത്. ദൈവത്തിന് മഹത്വം. അഞ്ചലിൽ ഒന്ന് ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിലല്ല ഓടി.
കുറെ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകും തോറും അതിങ്ങനെ വളരെ ദ്രവിച്ച് നശിച്ച് വരാൻ തുടങ്ങി. നല്ല പ്രസ്ഥാനമാണ് അന്നത്തെ അഞ്ചൽ പട്ടണത്തിലെ തൃശ്ശൂർ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ. അഞ്ചൽ പട്ടണത്തിലെ നല്ലൊരു സ്ഥാപനമാണ്. ആദ്യത്തെ ഷോറൂമാണ് തൃശ്ശൂർ ഫർണിച്ചർ അഞ്ചൽ. അതുകൊണ്ട് എന്നെ തൃശ്ശൂരെ എന്ന് വിളിക്കും അഞ്ചൽ പട്ടണക്കാര്, തൃശ്ശൂരാനെന്നും വിളിക്കും. അങ്ങനെ അഞ്ചലിലെ ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ആത്മീയ കോളത്തിലാണ് രാട്ടൻ തൃശ്ശൂർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ എനിക്കുണ്ട്. ആ ബിസിനസ് തകരാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് അത് പോകാൻ തുടങ്ങി. വളരെ പ്രതികൂലത്തിലേക്ക് ഇങ്ങനെ മാറാൻ തുടങ്ങി. ഒരു മദ്യപാനിയല്ല ഞാൻ. സിഗരറ്റ് കുടിക്കും. അതിന്റെ അടിമയല്ലായിരുന്നു. എല്ലാപ്പോഴും ഇങ്ങനെ കുടിക്കും കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആ ബിസിനസ് എല്ലാം വളരെ ഒലഞ്ഞു. കല്യാണം കഴിച്ചായിട്ട് പെങ്ങന്മാരുടെ കയ്യിലുണ്ട്. വസ്തു പണയം വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് ഓപ്പൺ ചെയ്തത്. അതിന്റെ അടവുകളൊന്നും ക്ലിയർ ആവാതെ പോയപ്പോ അതൊക്കെ ജപ്തി തലത്തിലേക്ക് വന്നു. ദൈവം കൃപ ചെയ്ത് എൻ്റെ വെല്ലിച്ചന്റെ മകൻ അത് ജപ്തിയാകി പോകാതിരിക്കേണ്ടതിന് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാനിടയായി. ആ പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പോ ഞങ്ങള് അതിൽ അത്യാവശ്യം കവുങ്ങും തെങ്ങും അത്യാവശ്യം കൃഷികളുണ്ട്, പുറംപറമ്പുണ്ട്. അപ്പൊ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്ത് ഒരു മാന്യമായ രീതിയിൽ ജീവിച്ചത്. സാധുക്കൾ, വലിയ സമ്പന്നനൊന്നല്ല ഞാൻ. വളരെ 62 വയസ്സുണ്ട്. പിന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ പള്ളിയിലാണെങ്കിൽ ഇഷ്ടം പോലെ ഗോതമ്പ്, പാം ഓയില്, കൊള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ധാരാളം പള്ളിയിൽ നിന്ന് സാധുക്കൾക്ക് കൊടുക്കാറുണ്ട്. ഞാൻ അവിടെ പള്ളിയുടെ മുറ്റത്ത് എൻ്റെ വീടിന്റെ മുമ്പിലെ വീട് പോലെയുള്ള പള്ളി. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സമൃദ്ധിയായി എൻ്റെ വീട്ടിലും ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ചെയ്യാൻ അന്ന് ആ പള്ളിയിലുള്ള ആ മക്കൾക്കൊക്കെ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. നന്ദി പറയുന്നു. ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പള്ളിയിലെ ആൾക്കാർ ഞങ്ങളെ. സ്തോത്രം. നന്ദി പറയുന്നു. അതൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ഈ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാം. ദൈവത്തെ കണ്ടുമുട്ടുന്നത് ബിസിനസ് കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. എല്ലാം താളം തെറ്റിന്ന് കണ്ടപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ മാനസികമായി എല്ലാവരും തകരും. നമ്മളൊരു നല്ല ലക്ഷ്യത്തിലേക്ക് നമ്മുടെ വസ്തുവാകരികളിലെല്ലാം പണയം വെച്ച് നമ്മളൊരു അനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിച്ച് ഇന്ന് ഈ നാഴികയിൽ എന്നെ കേൾക്കുന്ന എന്റെ സ്നേഹിതന്മാർ അനേകർ ഈ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. എനിക്കതിപ്പോ മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന എൻ്റെ അമ്മമാർ, എൻ്റെ സഹോദരന്മാർ, സഹോദരിമാരൊക്കെ ഇതുപോലെ പണയം വെച്ച് അനേകർ പ്രത്യാശയോടെ ബിസിനസ്സിലേക്ക് കയറി നിന്ന് വളരെ കട്ടത്തിലേക്ക് തിരിയുന്ന നാഴികയിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ രക്ഷിച്ച ഒരു രക്ഷകനെ കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ നാഴിക ഉപയോഗിക്കുന്നത്. എൻ്റെ കഷ്ടതയുടെ തീച്ചൂളയിൽ ഞാൻ കടന്നുപോയപ്പോൾ ഒരു കഷ്ടത നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ഒക്കെ തിരിയാം. എല്ലാ വീട്ടിലും അങ്ങനെ സംഭവിക്കുക. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനിയൊരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ലെന്ന് അവർ കണ്ടപ്പോ അവർ സ്വന്തം നാട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് ഫാമിലി മടങ്ങിപ്പോയി. എനിക്ക് ഭാര്യയുണ്ട്, ഒരു മകനും ഉണ്ട്, ഒരു കൊച്ചുമകൻ 4 വയസ്സ് കാണും. അപ്പോ ഞാൻ വരാം, നിങ്ങൾ പൊക്കോ എന്ന് ഞാൻ പറഞ്ഞ അവരെ വിട്ടു. വലിയൊരു വീടാണ്, എനിക്ക് വർക്ക് നടക്കുന്നതുകൊണ്ട് സ്റ്റാഫുകൾക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വലിയൊരു വീടാണ് റെന്റിനെടുത്തിരുന്നത്. അപ്പൊ അവരെല്ലാവരും പാക്ക് ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് പോയി. ചേട്ടൻ അവിടെ ഒരു ചെറിയൊരു ഭവനം വാങ്ങി അവിടെ സെറ്റിലായി. ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഇവിടെ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഒരു മോൻ മാത്രമാണ്. സാധനങ്ങളൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ അങ്ങോട്ട് പോവും, അവരുടെ അടുത്തേക്ക് എത്തുമെന്നുള്ളൊരു വാക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ അവരെല്ലാവരും പോയി. ഞാൻ പോകാൻ ആഗ്രഹിച്ചു, എങ്കിലും പോക്ക് നടന്നൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എൻ്റെ ഉള്ള് അവര് പോയിപ്പോ എല്ലാവർക്കും സ്തോത്രം ഉണ്ടാകുന്നത് പോലെ ഒരു വേദന ഉണ്ടായി. കൃപയാൽ അതൊക്കെ തരണം ചെയ്ത് വലിയ വീട് ഒഴിവാക്കി. എൻ്റെ ഒരു സ്നേഹിതന്റെ ചെറിയൊരു ഭവനം അഞ്ചലിൽ തന്നെ, കടയ്ക്കടുത്ത് തന്നെ ഒരു ഭവനം ഞാൻ വീണ്ടും റെന്റിനെടുത്ത് അവിടെ നിന്ന് ഒഴിവായി. ഷെഡെല്ലാം പൊളിച്ച് അഞ്ചലില് ആ ഭവനത്തിലേക്ക് വരാനിടയായി. ആ സൈഡില് സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. ആ ഷെഡെല്ലാം പൊളിച്ചു കൊണ്ടുവന്ന് അവിടെ എല്ലാം സെറ്റ് ചെയ്തു.
ഫർണിച്ചറൊക്കെ വളരെ സ്റ്റോക്ക് കുറവാണ്, വളരെ സ്റ്റോക്ക് കുറവാണ്. വിരലിലല്ലേ എണ്ണാവുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. എന്റെ കടയിൽ അപ്പോഴും ഒരു മാനേജറും ഉണ്ട്, ലാൽ എന്നാണ് പേര്. അങ്ങനെ കുറച്ച് നാളങ്ങനെ കിടന്നു. രണ്ടാമത് ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 പേരെ പണിക്കൊക്കെ ആക്കി ഞാനത് ഓപ്പൺ ആക്കി. എന്നാലും മനസ്സ് താളം തെറ്റിക്കെടുക്കുന്നതുകൊണ്ട് ഒരു തുണ്ട് കയറ് ചെലവാക്കുന്നു ഞാൻ പറയും. അപ്പൊ ഒരു മരണത്തിന്റെ ഒരു സാന്നിധ്യം അത് സ്വാഭാവികമായി എല്ലാവരിലും ഉളവാകുന്നതാണ്. ഉള്ള സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ അതിൽ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അവനെ സ്നേഹിക്കേണ്ടവർ അകന്നു പോയാണ്, സഹായിക്കേണ്ടവരുടെ ആശ്വാസം ലഭിക്കാതിരുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ് മരണത്തോടുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഭാര്യയോട് പറയും, നാട്ടുപോയതിട്ട് ഞാൻ വളരെ ഭാരമായി. അതിനുള്ളിൽ ഇവിടെ നടുവേദന ആരംഭിച്ചു. ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണുന്നുണ്ട്, ഒരു സൗകര്യം. കുറെ നാളങ്ങനെ ഓടി, സെൻട്രൽ ബെൽറ്റ് ഇട്ടു, ഡോക്ടർമാർ പറഞ്ഞു ബെൽറ്റ് ഒക്കെ തന്നു, യാത്ര ചെയ്യുമ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ബൈക്ക് ഓടിക്കുമ്പോൾ കാർ ഓടിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്ന് കമന്ന് കിടക്കുന്നു, എന്റെ ഭാര്യ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്ന് ചൂട് വെച്ച് ആവി തരും. കുറച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. പിന്നെയും ബിസിനസ് വളരെ ബ്രേക്ക് ആയി താങ്ങും. സ്വത്രം. അപ്പൊ എനിക്ക് വളരെ മാനസികമായ ഒരു ബുദ്ധിമുട്ട് എന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. എന്റെ താമസ കോമ്പൗണ്ടില് ഒരേപോലത്തെ 2 വീടാണ്, 2 സാറുമാര് സ്കൂൾ മാഷ്മാരുടെ ഭവനങ്ങളാണ്. അതിൽ ഞാൻ ഒരു മാഷുടെയും അഞ്ചൽ കോളേജിലെ വയനാട്ടിലുള്ള ജോയ്സ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലാസ് എടുക്കുന്ന കോളേജിലെ ഒരു അധ്യാപകരാണ് താമസിക്കുന്നത്. നല്ലൊരു മനുഷ്യൻ, എന്റെ ജീവിതത്തിലേക്ക് വഴി കാണിച്ച സ്റ്റാറാണ് ജോയ്സ. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ വൈദ്യരെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ ചികിത്സിച്ചിരുന്നു. ഒരുപാട് കാഴ്ച എനിക്ക് ചെലവായി, സൗഖ്യം ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ, അതെനിക്കൊരു മോനേ ഉള്ളൂ, അവന്റെ പേര് ഗാംഗുലി, ഗാംഗുൽ ദേവ് എന്നാണ്. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്താളുടെ പേര് ഗാംഗുൽ ദേവ്, രണ്ടാമത്തെ മോന്റെ പേര് രാഹുൽ ദേവ്. 2 ആൺമക്കളാണ്. അന്നൊരു മോനെ എനിക്കുള്ളൂ. ഞാൻ ഈ മോനെ കൊണ്ട് ഈ സാറിന്റെ കയ്യിൽ കൊടുത്തു. മരിക്കാൻ ആഗ്രഹിച്ച് മരണത്തിലേക്ക് പോവാൻ എന്റെ സംഭാഷണത്തിന്റെ ഇടർച്ച അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ ഈ മോനെ നോക്കണം. 2 ആൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. എന്റെ സ്വരവും എന്റെ രൂപവും അദ്ദേഹത്തിന് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റി. എന്നെ കോളേജിൽ പിടിച്ചു നിർത്തി. എന്ത് മണ്ടത്തരാണ് നീ സംസാരിക്കുന്നു ചോദിച്ചു. എനിക്ക് പറ്റുന്നില്ല സാർ. എന്നെ ആശ്വസിപ്പിച്ചു, ഇരുത്തി. ഇയാളുടെ ഭാര്യ വന്നു, എന്താ രാജ്യം നീ സംസാരിച്ചു, നീ നിന്റെ മോനെ നോക്ക്, ഇന്നലെ നോക്ക്. അതിന് ഒരുപാട് ആശ്വാസങ്ങൾ അവർ കിട്ടി. മരണത്തിന്റെ നാഴിക ആ മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് മാറ്റി. അല്ലെങ്കിൽ ഒരു തുണ്ട് കയറിൽ ഞാൻ തീരും. അദ്ദേഹമാണ് ഞാൻ നോർമലായിപ്പോ എന്റെ ഇടയിൽ പറയുന്നത്, നീ ഒരുപാട് ചികിത്സിച്ചില്ലേ, നിന്റെ സ്വന്തം നാട്ടിൽ ചാലക്കുടിയിൽ ഒരു ധ്യാന സെന്റർ ഉണ്ട് ഡിവാൻ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ
അവിടെ ഒന്ന് പോയാൽ നിനക്കൊരു പക്ഷെ സൗഖ്യം ദൈവം തന്നു വരും. അതൊരു വെളിച്ചം പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് ആശ്വാസമായി. അപ്പൊ ഒരു അത്ഭുതം നടന്നു. ഞാൻ അത് ഉൾക്കൊണ്ടു. നോക്കാൻ സാറേ എന്ന് പറഞ്ഞു. എന്നെ ആശ്വസിപ്പിച്ച് ഇനി മണ്ടത്തരം ചെയ്യരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു, കൈകൊണ്ട് സത്യം പറയിച്ചു. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ സാറിന്റെ വീട്ടിൽ പോയി. അത് അദ്ദേഹം എന്നെ വിളിച്ച് കെട്ടിപ്പിടിച്ച്, ആ നിന്റെ മോൻ എന്റെ കയ്യിൽ തന്ന് നീ ഇല്ലാതാവാൻ തീർന്നു ഓർക്കുന്നു ചോദിച്ചെന്റെ. ഇന്ന് ആ നീ അന്ന് യേശുവിന്റെ വഴി ഞാൻ കാണിച്ചപ്പോ പോയതുകൊണ്ട് ഇന്ന് നീ നല്ലൊരു സുവിശേഷകനായി മാറി. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പൊ പോയി കണ്ടതേ ഉള്ളൂ. സ്വതന്ത്രം. ഈ ഈ മനുഷ്യനിലൂടെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അപ്പൊ എന്റെ മാനേജർ ആയിരിക്കുന്ന ലാല്, അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ധ്യാനം കൂടിയ ആളുടെ ഫ്രണ്ട് ഒരു ബന്നിമോനുണ്ട്. അദ്ദേഹം ഇതിനടുത്ത് എപ്പോഴും ഇങ്ങനെ പറയും ധ്യാനത്തെ കുറിച്ച്. അങ്ങനെ അവനൊരു തീരുമാനം എടുത്തിരുന്നു എന്റെ അടുത്ത് സംസാരിക്കാതെ. ഒരാഴ്ച പോയി ധ്യാനം കൂടണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം എന്റെ അടുത്ത് പറയാണ്, ഞാൻ ഷോറൂമിൽ ചെന്നപ്പോ, ഏട്ടാ ഞാനൊരു ധ്യാനം കൂടാൻ പോവാണ് തൃശ്ശൂരില്. അപ്പൊ ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു, അയ്യോ ഞാൻ ബുക്ക് ചെയ്തു, നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് പോകാൻ എന്തായാലും പറ്റത്തില്ലല്ലോ, അപ്പൊ ഞാൻ ആദ്യം പോവാം, ഷോപ്പ് അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു മോൻ ആദ്യം പോയിട്ട് പോവാ, എന്നിട്ട് ഞാൻ പോവാം. അദ്ദേഹം ഒരു ധ്യാനം കൂടി. ദൈവം അത്ഭുതമാണ് ഈ സംസാരിക്കുന്നു. എനിക്കൊരു കൂട്ടുകാരനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലാലുമോൻ പോയി ധ്യാനം കൂടി തിരിച്ചു വന്നു. ഇതിന്റെ പിന്നാലെ ഞാൻ പോവാൻ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാര്യയുടെ അടുത്ത്, ഞാനൊരു ധ്യാനത്തിന് പോട്ടെ. എന്റെ മോനും അറിയാം, ഒരു പ്രാർത്ഥനയ്ക്ക് പോയി ചിലപ്പോ ദൈവം എന്നെ ഒന്ന് വിടിവിച്ചാലോ എന്നുള്ളൊരു കാര്യം ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് വന്ന് ഞാൻ പോകാൻ നിൽക്കാണ്. അപ്പൊ ഞാൻ ഡ്രസ്സെല്ലാം മാറി ബാഗെല്ലാം പാക്ക് ചെയ്തു. എന്നിട്ട് ഇറങ്ങേണ്ട സമയത്ത് മോൻ ബാത്റൂമിൽ കുളിക്കുന്നു, എന്റെ മോൻ ഗാംഗുലി. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഗാംഗുലി കുളിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു സാരില്ല, ഞാൻ പോയി കണ്ടോളാം. അത്ഭുതം എന്ന് പറയണം എനിക്കതൊന്നും മറക്കാൻ പറ്റുന്നല്ല. എന്റെ മോന്റെ അടുത്ത് പോയി വായിൽ മുട്ടി, അവൻ ഡോറ് തന്നു. എന്നിട്ട് അച്ഛനെ മോനെ ഒരു സ്ഥലം വരെ പോവാ. അവന്റെ വായിൽ നിന്ന് മറുപടി, അച്ഛൻ യേശുവിനെ കാണാൻ പോവാണ്. അപ്പോ യേശുവിനെ കാണാൻ 1997 മാർച്ച് 16 തീയതി യേശുവിനെ കാണാൻ ദേവസന്നിധിയിലേക്ക് ചെല്ലുന്നവരാണ്. ഈ നടുവേദന ഉള്ളത് കൊണ്ട് അവിടെ ചെന്ന് 95 രൂപയാണ് അന്ന് 7 ദിവസത്തെ ധ്യാനത്തിന് ചെറിയൊരു പൈസ. ഞാൻ പറഞ്ഞിരിക്കുന്ന കുറെ നേരം നടുവേദന ഉള്ളതുകൊണ്ട് കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു 10 മിനിറ്റ് കിടക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് ഉണ്ടാക്കി തന്ന വലിയൊരു അനുഗ്രഹമാകും എന്ന് പറയാനിടയായി. അപ്പൊ എന്താ സാറേ, അതിനേക്കാൾ നല്ല സംവിധാനം ഞങ്ങൾ ചെയ്തു തരാം. ആരാധന നടക്കുന്ന ആ വലിയ ഹോളാണ്. 10-12,000 പേരൊക്കെ കൂടാതെ വലിയ പാടുകുറ്റൻ ആരാധനാലയമാണ്. 4-3 ഭാഷകളിൽ അവിടെ നിന്ന് ആരാധന നടക്കുന്നുണ്ട്. വലത് ഭാഗത്ത് എനിക്കൊരു കട്ടിലും ഒരു കസേരയും തോന്നും. അപ്പോ ഇരുന്ന് കഴിയുമ്പോ കുറെ ഇരിക്കുമ്പോ കഴിച്ചു പൊട്ടും നടും, താങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരു ശേഖരം നേരം കിടന്നാൽ എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാവും. ദൈവം അവിടെ അതിനെനിക്ക് ക്രമീകരിച്ചു തന്നു. അപ്പൊ എനിക്കൊരു അതിശയം ഉണ്ടായി. എല്ലാ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ അഞ്ചൽ പട്ടണത്തിലെ എന്റെ ബിസിനസ്സുകാരൻ, എന്റെ ഒരു സ്നേഹിതന്റെ അച്ഛൻ എന്റെ അടുത്തൊരു കട്ടിലുമ്മ അതേപോലെ വയ്യാതെ വന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോ വളരെ സന്തോഷമുണ്ടായി. ഒരാളെ കൂട്ടിന് ദൈവം തന്നല്ലോ, അതും കൂട്ടുകാരന്റെ അച്ഛന്. അദ്ദേഹത്തിന് ശാരീരികമായി ക്രിസ്ത്യനാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞു, യേശു നമുക്ക് വലിയൊരു വിടൽ തരും. എനിക്ക് വചനങ്ങളൊന്നും അറിയില്ല. ഇങ്ങനെ ധ്യാനത്തിൽ ഞങ്ങളെല്ലാം സെറ്റപ്പായി, എല്ലാവരും ശരിയായി. എല്ലാവരും ഏറ്റവും കൂടുതൽ ഹിന്ദു മാർഗത്തിലുള്ള നമ്മുടെ ഹൈന്ദവരാണ് ഏറ്റവും കൂടുതൽ.
ആരാധനയിലേക്ക് വന്നിരിക്കുന്നത്. നായക്കൻ പറമ്പിൽ അച്ഛനാണ് അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റിൽ വന്ന് സംസാരിക്കുന്നത്. വന്ന് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറഞ്ഞു എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് ഹൈന്ദവ സഹോദരിമാരും അമ്മമാരും കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ. യേശുക്രിസ്തു ആരാണെന്ന് അറിയണം, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം, കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കണം, വീട് പണികൾ നടക്കണം. എല്ലാവരും വളരെ ദുഃഖത്തിന്റെ താഴ്വരയിലൂടെയാണ് വന്ന് യേശുപ്പച്ചന്റെ അരികിൽ വന്നിരിക്കുന്നത്. ഒരു ആവശ്യമില്ലാത്ത സന്തോഷത്തോടെ വന്നവർ ആരും ഇതിനകത്തിൽ. എല്ലാവരും കഷ്ടതയുടെ തീച്ചൂളയിൽ വന്നിരിക്കുന്ന, ഹൃദയം നുറുങ്ങി തകർന്ന് യേശുവിന്റെ അരികിൽ വന്നിരിക്കും. അച്ഛനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ജീവനുള്ള ദൈവത്തിന്റെ രക്ഷ പ്രാപിക്കാനുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ താക്കോല് ദാനം ചെയ്യുകയാണ്. അതായത് ദൈവത്തിന്റെ വചനം ഏത് മനുഷ്യനെയും രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ ഈ വചനം നമുക്കറിയാത്തത് കൊണ്ട് അച്ഛൻ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന സ്തോത്രം 16-ാം അധ്യായത്തിന്റെ 30-ാം വചനം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടനായി എനിക്ക് ദൈവം തന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ താക്കോലാണ്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സകലതും തകർന്ന് ശൂന്യമായി കിടക്കുന്ന ഒരു മനുഷ്യന് കയറി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു എന്ന മഹാപാറയിൽ ദൈവം കയറ്റി നിർത്തുകയാണ്. സ്തോത്രം. അപ്പോ ഇത് വിശ്വസിക്കണം. ഇവിടെ നേർച്ച കാഴ്ചകളോ മറ്റുള്ള യാതൊരു കാര്യങ്ങളോ ഇല്ല. അച്ഛൻ പറയാണ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അത്തരം കൊണ്ട് ഏറ്റു പറയണം, കർത്താവേ നീ എന്റെ രക്ഷകനാകുന്നു. ഹൃദയം നുറുങ്ങി ഇരിക്കുന്ന ഏത് മനുഷ്യനായാലും അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവജ്യോതി ആ മനുഷ്യനിലേക്ക് നൊടി നേരം കൊണ്ടുവരും. വചനമെന്ന് നമുക്കറിയാം, ഹൃദയം നുറുങ്ങിയവന് യഹോവ സമീപസ്ഥനാണ്. ഈ വചനം അതേപടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, സ്വീകരിച്ചു. ഹൃദയത്തിലാണ് യേശു കർത്താവ് സ്വീകരിക്കേണ്ടത്. നാവിലെടുത്ത് കാര്യങ്ങൾ അമേശ്വത്രം നേടിപ്പോകല്ലല്ല വേണം. യേശുക്രിസ്തു ആരാണെന്ന് രുചിച്ചറിയണമെങ്കിൽ അത് ഹൃദയത്തിൽ വരണം. സ്തോത്രം. ഞാൻ ആ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തു. അവിടെ നല്ല ആരാധനയാണ്. പാട്ടുപാടി ദൈവത്തെ നല്ല ആരാധന. നമ്മള് പള്ളിയിലുള്ള ആരാധന ശൈലിയല്ല, നല്ല വർഷിപ്പാണ്. ആരാധിച്ച് ജനങ്ങളെ നിലവിളിച്ച് കണ്ണീരോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴുകയാണ് ആരാധിച്ച്. ഞാനും ആരാധനയിൽ എൻ്റെ ആത്മാവ് ഇങ്ങനെ പയ്യെ പയ്യെ യേശുവിലേക്ക് അടുക്കാൻ തുടങ്ങി. ജീവജലത്തിന്റെ അരുവിയായി എന്നിൽ വന്ന് നിറയണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ഈ പാട്ടിന്റെ ഈ വരികൾ തീ പോലെ ശരീരത്തിലേക്ക് വരികയാണ്. സ്വതം എന്താ പറയാൻ പറ്റുക? അങ്ങനെ പല പല അനുഭവങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആ അനുഭവങ്ങളിലൂടെ ശരീരം വിയർക്കുന്നു, വളരെ വിയർത്തൊഴുകുന്നു. ഒരു വിഭ്രമം പോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു.
സ്തോത്രം. അങ്ങനെ നോർമലായി ആരാധന കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം വന്നു, ക്ലാസ്സുകൾ, കൊച്ചു കൊച്ചു ക്ലാസ്സുകൾ എടുക്കുന്നു, സഹോദരന്മാർ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നു, പാടുന്നു. അങ്ങനെ പോയി എന്നെ പിടിക്കാൻ ദൈവം പാപത്തിന്റെ ക്ലാസ്സിൽ ദിനം വന്നു. പാപം എന്താണ് പാപമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ വല്യമ്മച്ചിമാര്, വല്യപ്പച്ചന്മാര്, എന്റെ പൂജാരകന്മാര്, ആരും എന്താണ് പാപം, ആ പാപത്തിന്റെ പ്രവർത്തികൾ എന്താണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. എന്റെ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച എന്റെ മാഷുമാരോ ടീച്ചേഴ്സോ പറഞ്ഞു തന്നിട്ടില്ല എന്താണ് പാപം. പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാനും ദൈവവുമായി യാതൊരു ബന്ധമില്ല എന്നറിയുന്നു. പാപത്തിന്റെ ക്ലാസ്സിലെ സ്റ്റാർട്ടിങ് 1 കൊരിന്തി 6:9 മുതലുള്ള തിരുവചനമാണ്. 1 കൊരിന്തി, എന്നെ ഒന്ന് സഹായിക്കണം, അത് വാക്യം ഒന്ന് വായിച്ചു തരണം. ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിന്റെ മക്കൾ. നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാർ ആരുണ്ടായിരുന്നാലും നമ്മളരികിൽ പറഞ്ഞു തരാൻ അറിയാത്ത നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ ചേട്ടന്മാർ, നമ്മൾ പല പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങൾ, ആരും ഞാൻ കുറ്റം പറയില്ല, പോയാലും കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരിക എന്നല്ലാതെ ഒരു ആശ്വാസത്തിന്റെ വാക്ക് തരാൻ ഒരാളില്ല. എന്താണ് പാപം, ഇനി അത് നീ ചെയ്യരുതെന്ന് പറഞ്ഞു തരാം എന്റെ ജീവിതത്തിൽ ഒരാളുണ്ടായിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് യേശുവിന്റെ സന്നിധിയിൽ നിന്നാണ്. ആ വാക്കുകൾ ഇതാണ്: അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിൽക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ഇങ്ങനൊരു സംഭവം, അന്യായം ചെയ്യരുത് മക്കളെ എന്ന്, ദൈവരാജ്യം പ്രാപിക്കില്ലെന്ന്, ഇങ്ങനൊരു വാക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എന്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിന ഈ തിരുവഴുത്തുകളിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയാണ് ഉണ്ടായി. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം അത്ഭുതമാണ്. താഴത്തെ ഒരു വാക്യം വായിച്ചു കേൾക്കാം. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഒന്നും കണ്ടും കാണാതെയും എന്തെല്ലാം ജഡത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുമോ, ദൈവരാജ്യത്തെ കുറിച്ച് ഒരു ബോധമോ ഒരു ജ്ഞാനമോ ഒരു പരിജ്ഞാനമോ ഒരു അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ മാഷുമാരിൽ നിന്നോ ഒന്നും കേൾക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ എന്തെല്ലാം ജഡത്തിൽ സുഖം അനുഭവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം അവൻ അനുഭവിക്കും. അവന് പാപത്തെ കുറിച്ച് ബോധമില്ല. അവൻ പാപത്തിന്റെ പിശാചിന്റെ പിടിയുടെ അകത്താണ്. എന്റെ ജീവിതത്തിൽ ഇത് വലിയ ഭാരമായി. എനിക്കുണ്ടായ അനുഭവം എന്നെ പല അനേകർക്ക് അവിടെ ഉണ്ടായി കാണും. ഇന്ന് എനിക്ക് വചനം അറിയാം. അകൃത്യഭാരം ചുമക്കുന്ന മക്കൾ, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ എന്നുള്ള വചനങ്ങളൊക്കെ ഏഷ്യാവിൽ നമുക്കിന്ന് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഈ വചനങ്ങളൊക്കെ വായിച്ച് അവിടെ പ്രസംഗിച്ച് ഇത് തെറ്റാണെന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ അമേശ്വരാം നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവെ ഈ അകൃത്യത്തിൽ നിന്ന് തന്നെ നീ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശു കർത്താവിന്റെ രക്തം സകല പാപങ്ങളും മോചിച്ച് നമ്മളെ സ്വതന്ത്രമാക്കും. സ്നാപകയോഹന്നാൻ യേശു പോകുന്നത് കണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അവരെ കൂടി ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവനെ വിട്ട് പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടിനെ അനുഗമിച്ചു.
ദൈവത്തിന് ഇത് എനിക്കുണ്ടായ അനുഭവമാണ്. ഇവിടെ അമ്മ എന്റെ സാക്ഷ്യത്തിൽ ഞാൻ പറയാൻ പോകുന്നു. ഈ വലിയ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ തലയുടെ മേല് ഒരു സിമെന്റ് ചാക്ക്, 2 സിമെന്റ് ചാക്ക്, 3 സിമെന്റ് ചാക്ക്. അപ്പൊ ഞാനിത് തലേന്ന് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, തലേന്ന് ഇടാൻ പുറത്തേക്ക് ഇടാൻ. എനിക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് അകൃത്യഭാരം. പാപഭാരം. എങ്ങനെ കുടിഞ്ഞിട്ടും കുടഞ്ഞിട്ടും ഈ സാധനം വീഴുന്നില്ല. പിന്നെയും ഭാരം കൂടുകയാണ് ചെയ്യുന്നത്, കുറയല്ല. ഭാരം കൂടിയപ്പോ ഞാൻ വിളിച്ചതാണ്, യേശുവേ എന്നെ നീ സഹായിക്കണമേ. ഒരു സെക്കൻഡ് നേരം പോലും വേണ്ട, ഞാൻ പഞ്ഞി പോലെയായി മാറി. സ്തോത്രം. തിരുവെഴുത്ത് പറയാണ്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വിളിച്ചു, അത് പഞ്ഞി പോലെയായി മാറി. മനുഷ്യന്റെ സകല കൃത്യങ്ങളും പാവങ്ങൾ എടുത്തു മാറ്റി നമ്മളെ ശുദ്ധീകരിക്കാൻ വന്ന രക്ഷകനാണ് യേശു. അതായത് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറഞ്ഞ് അമേസ്തോത്രം, അമേസ്തോത്രം ഒരു സമുദായത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞു ആരെങ്കിലും പറയുന്നെങ്കിൽ അത് തെറ്റാണ്. യേശു ക്രിസ്തു ലോകരക്ഷകനും അഖിലാണ്ടത്തിന്റെ ശില്പിയുമാണ്. അവനാലാണ് സകലത്തെയും ഉളവാക്കിയിരിക്കുന്നത്. അവനാണ് സകലതും അവനിലേക്ക് തന്നെയാണ് പറഞ്ഞിപ്പോകുന്നത്. മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗോന്നതി വിട്ട് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വന്ന ലോകരക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. തിരുവെഴുത്ത് പറയുന്നു, മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തുവിന്റെ നാമമല്ല. ഇന്ന് എനിക്ക് സങ്കീർത്തനത്തിലൂടെ എനിക്കുണ്ടായ അനുഭവത്തെ തെളിയിക്കാൻ കഴിയും. 38-ാം സങ്കീർത്തനം അതിന്റെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അകൃത്യങ്ങൾ പെരുകിയാൽ ദൈവത്തിന്റെ ശിക്ഷയുണ്ടാകും. അപ്പൊ തന്റെ ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് തന്റെ ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുന്ന ശബ്ദമാണ്. വായിക്കുമത്തെ, യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്രനിരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുത്. നിന്റെ അസ്ത്രങ്ങളിൽ എന്നെ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു, നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. നിൽക്കാം, എല്ലാം രോഗങ്ങളല്ല, എല്ലാം രോഗങ്ങളല്ല. ജീവനുള്ള ദൈവത്തിന്റെ നീതിയും ന്യായവും ധർമ്മവും വിട്ടൊരു മനുഷ്യൻ വഴിതെറ്റിപ്പോയാൽ ദൈവത്തിന്റെ കൈ വരുന്നത് അവൻ മടങ്ങി വരാനാണ്. ഇനി താഴത്തെ 2-3 വാക്യങ്ങൾ നമുക്കതിൽ തെളിവായി വരുമ്പോ, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ ഒരു വാക്ക് മുമ്പ് ഞാൻ വാർത്തിച്ചു, എനിക്കിത് സിമെന്റിൻ ചാക്ക് പോലെ എന്റെ തലയ്ക്ക് മേൽ വന്നു. Praise the Lord. Hallelujah. സ്തോത്രം. കവിഞ്ഞു, നിൽക്കാൻ കഴിയാത്ത രൂപമായി മാറി. രോഗമാണെങ്കിൽ ഡോക്ടേഴ്സിനെ ചികിത്സിച്ച് സൗഖ്യമാക്കാം. എന്നാൽ മനുഷ്യന്റെ അകൃത്യം നിലവിട്ടാൽ അത് കവി.
നിന്ന് നിൽക്കാൻ കഴിയാത്തതുപോലെ നമ്മൾ വീണു പോകും. രക്ഷിക്കാൻ കഴിവുള്ള രക്ഷകൻ എന്നെ കേൾക്കുന്ന എന്റെ ആരംഭ ടിവിയില് ദൈവമക്കളോട് രണ്ടൊരു ദൂത് പറയാറുണ്ട്. തന്നെ ശോധന ചെയ്ത് തലയ്ക്ക് മുകളിലേക്ക് ഉയരാതെ എന്റെ ഈ ദൂത് കേട്ട് മാനസാന്തരപ്പെട്ട് യഥാസ്ഥലത്ത് വന്ന നിന്റെ സ്ഥിതികളെ യേശു മാറ്റും. നിന്റെ അകൃത്യങ്ങളെ മോചിക്കും. തിരുവഴുത്ത് പറയുന്നത് പോലെ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രായട്ടൻ ആരംഭ ടിവിയിൽ സാക്ഷ്യം പറയുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളായി മാറും. ഒരു സാക്ഷിയെ ഉളവാക്കും. സ്തോത്രം. നിന്റെ ബിസിനസ് ആകട്ടെ, കുടുംബത്തിലെ ഏത് വിഷയങ്ങളാകട്ടെ, രോഗമാകട്ടെ, അവയെ കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങളാകട്ടെ, എല്ലാത്തിൽ നിന്നും വിമോചനം തരാൻ രക്ഷകന് കഴിയും. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിന് കഴിയും. Praise the Lord. Hallelujah. ഈ രൂപമെല്ലാം മാറി വയർത്തു കുളിച്ചു. ധ്യാനത്തിൽ ഈ വചനം കേട്ട് ദുഃഖിതനായി തളർന്നു. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു തണുപ്പാണ് എനിക്കുണ്ടാവുന്നത്. വളരെ കൂളായി എന്തോ ഒരു സാന്നിധ്യം എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഞാൻ ആ കട്ടിലിൽ കെടുത്തിട്ടില്ല. ഈ ധ്യാന സെന്ററിൽ ഈ ആത്മചൈതന്യത്താൽ നിറയപ്പെട്ടപ്പോ ഈ പാപഭാരം എന്റെ യേശപ്പൻ എന്നിൽ നിന്ന് മാറ്റിയപ്പോ ഞാൻ പഞ്ഞി പോലെയായി മാറി. ഈ നാഴിക വരെ ഞാൻ എന്റെ ബെൽറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഒരു മെഡിസിനും പിന്നെ ഞാൻ നടുവേദനയ്ക്ക് എടുത്തിട്ടില്ല. എന്റെ ഭാര്യ വെള്ളം ചൂടാക്കി എന്റെ നടുവിൽ കുത്തിയിട്ടില്ല. 29 വർഷമായി ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു ഞാൻ. Praise the Lord. Hallelujah. വിശ്വസിക്കുന്നവർ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത സ്നേഹകൃപയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് ദാനമാണ്, സൗജന്യമാണ്. ഒരു നേർച്ച കാഴ്ചകളെ കൊണ്ടല്ല. ഹൃദയം ഏത് നിലവാരത്തിൽ നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നുവോ, തുറക്കപ്പെടുന്നുവോ, ആ സെക്കൻഡ് നേരം കൊണ്ട് അടിമുടി ശൗക്യം തന്ന് വീണ്ടെടുക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം, വേരൂന്നണം യേശുവിൽ. എന്നാ നീ അമേ സ്തോത്രം വളർന്ന് നല്ല ഫലം കായ്ക്കുന്ന മക്കളായി മാറും. സ്തോത്രം. ഈ ധ്യാനം കഴിഞ്ഞ് സൗഖ്യമായി എന്റെ പിന്നിൽ ഒരു ബ്രദർ വന്നു നിന്ന്, അവിടുത്തെ ഒരു ആത്മീയർ. എനിക്കൊരു ലേശം വിഷമങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എന്റെ അടുത്ത് നിന്നിരുന്ന അപ്പച്ചനും അതിശയവും കണ്ണീരോട് കൂടി നിൽക്കുക. ഞാൻ പറഞ്ഞു, എനിക്കൊരു തണുപ്പ് പോലെ ഉണ്ടായി. ഞാൻ വയർത്തു. അപ്പൊ എന്റെ പിന്നിൽ തട്ടി പറഞ്ഞു, ബ്രദറെ ഭയപ്പെടണ്ട, യേശു ബ്രദറിനെ തൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ബ്രദറിനെ മാത്രല്ല, ഈ പാപത്തിന്റെ ക്ലാസ് നടന്നപ്പോ ഞാൻ മാത്രല്ല 43 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ 43 എണ്ണം അല്ല എന്റെ കണക്ക് പ്രകാരം അവിടെ വരേണ്ടത്. ദൈവത്തിന് മാത്രം. പക്ഷെ 43 എണ്ണം ഹൃദയം തുറന്നു ഉറപ്പാണ്. സ്തോത്രം. അങ്ങനെ എന്നെ വിളിച്ച് പനക്കൽ അച്ഛന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. ഈ സഹോദരന്മാരെല്ലാരും ഉണ്ട്. എല്ലാവരും പോയി തറയിലിരിക്കുക. ഞാനും പോയിരുന്നു. എല്ലാവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. എന്റെ കാര്യം ഞാൻ സംസാരിച്ചപ്പോ അച്ഛൻ ഭയങ്കരമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞു. ഒന്നും മറച്ചില്ല താൻ. പൊന്നു മോനെ, സകല പാപങ്ങളും പോക്കി രക്ഷിക്കാൻ യേശു കർത്താവ് നിന്നോട് കരുണ ചെയ്തൽ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തും. ഈ ആത്മാവ് നിന്റെ കൂടെ പോരുന്നു പറഞ്ഞതിന്റെ അടുത്ത് പൊട്ടനായ ഞാൻ അപ്പോഴും അത് വിശ്വസിച്ചു. നിന്റെ ഉള്ളിൽ വന്നതും നിന്നെ തൊട്ടതും നിന്റെ തലയിൽ നിന്ന് ഭാരം ചുമന്ന് മാറ്റിയതല്ല, ഇവിടെയുള്ള ഒരു മനുഷ്യനുമല്ല, അത് കർത്താവ് യേശു മാത്രമാണ്. അതുകൂടി കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഉള്ളിൽ ആനന്ദം സന്തോഷമായി മാറി. കാരണം പിന്നെ എന്നെ ആനന്ദിപ്പിക്കുന്ന ആ രൂപ ആത്മാ ചൈതന്യമാണ് എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ആനന്ദമാണ് എനിക്ക് എപ്പോഴും, സന്തോഷമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. എന്റെ പഴയ ദുഃഖം, മരണ വിചാരങ്ങൾ ഇതെല്ലാം അട്ടിമുട്ടി മൊത്തം പുതിയതായി മാറി. കർത്താവായ യേശു ക്രിസ്തുവിൽ നോക്കിയ അമേ സ്തോത്രം, ഒരുവനായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് ഞാൻ മാറി. സ്തോത്രം. എനിക്കൊരു ബൈബിൾ തന്നു. ഞാനത്
സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ടുവരുന്ന പോലെ ഞാൻ അതിന്റെ മാറോട് ചേർത്ത് ഞാൻ അവിടുന്ന് എന്റെ മോൻ പറഞ്ഞതുപോലെ യേശുവിനെ കൊണ്ട് ഞാൻ അഞ്ചൽ പട്ടണത്തിലേക്ക് തിരിച്ചു വരിക. എന്റെ കൂടെ ഇരുന്ന് എന്റെ കൂട്ടുകാരന്റെ അപ്പച്ചന് ഒരു വിടുതലുണ്ടായില്ല. മനസ്സ് ദുഃഖപ്പെട്ടെങ്കിലും എന്റെ വിമോചനവും എന്റെ സൗഖ്യവും എന്റെ ആനന്ദവും എന്നെ പിന്നെയും സന്തോഷിപ്പിച്ചു. അപ്പച്ച പ്രാർത്ഥിക്കാം, ദൈവം വലിയ ചെയ്യും. എന്നെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചത് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല. അവിടെ അച്ഛന്മാര് എല്ലാവരോടും കൈവത്തി പറയും യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ എല്ലാവരും ഒരേ ആത്മാവിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറയും. ആ ഒരു യാഗം എന്റെ നാവിൽ തന്ന് അവിടുന്ന് തന്നെ എല്ലാവരും അനുഗ്രഹിച്ച് എല്ലാവരെയും ഭവനത്തിലേക്ക് അയച്ചു. ഞാൻ അഞ്ചൽ പട്ടണത്തിൽ വന്നു. ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കുന്നു, എന്ത് പറ്റി തൃശ്ശൂരെ, നീ ആളാകെ മാറിയല്ലോ? ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വരിക. ആ അന്ന് അതാണ് എന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുപോയി. വീട്ടിലിറങ്ങി. വീട്ടിലിറങ്ങിയപ്പോ എന്റെ ഭാര്യ വാല് തുറന്ന് വന്നിട്ട് ചോദിക്കുക, എന്ത് പറ്റി, ആളാകെ മാറിയല്ലോ? എനിക്ക് അങ്ങനെ പറയുമ്പോ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കാണ്, അമേശ്വരം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സ്ഥിതി തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവകൃപയാ. പിന്നെ ഞാനൊരു സ്റ്റൂൾ എടുത്ത് എന്റെ വീട്ടിൽ മുഴങ്കാലും മടക്കി ഈ ജീവനുള്ള ദൈവത്തിന്റെ അമേശ്വരം വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ മുഴങ്കാലും മടക്കി സ്റ്റൂളിൽ വെച്ച് നമസ്കരിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടനെന്ന് അറിയുള്ളൂ. വൈകുന്നേരം ഈ രണ്ടാളുടെ പേര് ആത്മചൈതന്യം ഉണ്ട്. ഇപ്പോ എന്റെ കടയിലെ മാനേജറിന്റെ ഉള്ളിൽ, ലാലിന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ. കട അടച്ച് അവൻ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചാലോടാ. ലാല് റെഡി. പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പൊട്ടനും പൊട്ടനും, ദൈവത്തിന് മഹത്വം. അതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയില് വലിയ ജ്ഞാനി അവനേക്കാളും നല്ലത് പോഷനായിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം ലഭിപ്പാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വന്ന് മുഴക്കാലും മടക്കി ഒരു പാട്ട് പാടി. പുസ്തകം ഉണ്ടായിരുന്നു, പാട്ടിന്റെ ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടൊക്കെ പാടി എന്റെ യേശുവിനെ സ്തോത്രം പാടി ഞങ്ങൾക്ക് പറ്റാവുന്ന സ്തോത്രം ചെയ്ത്. സ്തോത്രം അല്ലെങ്കിൽ അത് വേറെ ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. അത് എവരി ഡേ ഞങ്ങൾ ആവർത്തിച്ചു. മുടങ്ങുന്നില്ല. കാരണം അകത്ത് വന്നിരിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ശില്പിയുടെ ആത്മാവാണ്. ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കുന്ന ആത്മാവാണ്. പാപിയാണെങ്കിൽ അവനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന കരുണാമയനായ ദൈവത്തിന്റെ ആത്മാവാണ്. ഒരു നാളും ഉപേക്ഷിക്കാത്തവനാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പൊ ഈ നാഴികയിലും അമേശ്വത്രം ഈ വചനത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ നിങ്ങളിൽ വ്യാപരിക്കും. ദൈവവചനത്തിന് ബന്ധനമില്ല. അത് ആര് പ്രസംഗിച്ചാലും എവിടെ പ്രസംഗിച്ചാലും യേശുവിനെ കുറിച്ച് യേശു രക്ഷകൻ എന്ന് പ്രസംഗിക്കുന്ന സ്ഥലത്തൊക്കെ വ്യാപരിക്കുന്ന കരുണാമയന്റെ ആത്മചൈതന്യം ഇപ്പൊ ഈ വചനത്തിലൂടെ, നിങ്ങൾ ഈ കീഴിലൂടെ ഇപ്പൊ നിങ്ങളകത്തേക്ക് വ്യാപരിക്കാൻ ഈ ജീവന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്നാൽ യേശു നിങ്ങളുടെ കൂടെ വരും. ജീവന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയും. എന്നെ പോലെ അടിമുടി നീ ആളുമാറും. നീ നിന്റെ കുടുംബം രക്ഷപ്പെടുവാൻ സകല വിഷയങ്ങൾക്കും മറുപടി തരുവാൻ എന്റെ യേശുവിന് കഴിയും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ പ്രാർത്ഥന വീട്ടിൽ തുടങ്ങി. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലെല്ലാവരും രക്ഷയിലേക്ക് വരണം. എന്റെ അച്ഛനുണ്ട് എന്റെ കൂടെ, എന്റെ ഭാര്യ. എന്റെ ഭാര്യയാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയ്ക്കാണ് വിളക്ക് വെച്ചിരുന്നത്. എന്റെ ഭാര്യ കൊടുങ്ങല്ലൂർ അമ്മ. എല്ലാവർക്കും അറിയാം ആ സ്ഥലം. വളരെ തുള്ളി മോശമായ രീതിയിലുള്ള പാട്ടുകാരി. ഞാൻ അവരെ കളിയാക്കുന്നില്ല. കാരണം അവർക്ക് അത് വലുതാണ്. അവരെ യേശു കർത്താവ് രക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് അത് അങ്ങനെ വെച്ച് വന്നിരുന്ന എന്റെ ഭാര്യ ദൈവകൃപയാൽ ഒരു ആത്മചൈതന്യം നിന്റെ വീട്ടിൽ വന്നാൽ സകലരിക്കും പകരും. ഇത് ദിവ്യാത്മാവാണ്. ആ വെളിച്ചം എന്റെ ഇന്നരയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു. കുറച്ചു നാൾ മാത്രം, വെറും എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അതൊന്നും അവളുടെ വീട്ടിൽ സംഭവിക്കാൻ ഇടയായില്ല. അവൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ, ഞാൻ പറയാതെ തന്നെ എന്റെ ഇന്നര ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി ജീവനുള്ള ദൈവത്തിന്റെ അമേശ്വർ പ്രിയമകളായി അവളും മാറി. സ്തോത്രം. എന്റെ അച്ഛൻ അമേശ്വരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും സ്തോത്രം അച്ഛന് അടുക്കാൻ പറ്റുന്നില്ല.
എന്റെ രീതിയൊക്കെ മാറിയതിലൊക്കെ എന്റെ അച്ഛനും വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. ഇപ്പൊ ബീഡി കുടിക്കില്ല, കള്ളും കുടിയും കാര്യങ്ങളും ഒന്നും തീരെയില്ല, നല്ല കാര്യങ്ങൾ പ്രാർത്ഥന. അപ്പോ അച്ഛൻ ആഗ്രഹമുണ്ട്, പക്ഷെ അച്ഛന് കടന്നു വരാൻ കഴിയുന്നില്ല. അതായത് പാരമ്പര്യമായിരിക്കുന്ന ചില ദുർമൂർത്തികളുടെ അമേശ്വരം ശക്തി അച്ഛനെ ബ്രേക്ക് ചെയ്യുന്നത് അച്ഛനാണ് പറയുന്നത്. അപ്പൊ ഞാൻ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അച്ഛനെ വിളിക്കണമില്ല, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും, സ്തോത്രം പറയും. ഒരു ദിവസം അച്ഛനൊരു സ്വപ്നം കാണാൻ, ഒരു വെളുത്ത ഒരു മനുഷ്യൻ എന്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് മോഹന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു. അച്ഛൻ വയർത്ത് വിറളി എന്നെ വിളിക്കാനിടയായി. ഞാൻ ചെന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോ പറയാ, അച്ഛൻ വയർത്ത് കുളിച്ച് നിൽക്കുക, ഈ എന്റെ അരികിൽ ഒരു വെളുത്ത ആൾ വന്നു പറയുന്നു. ഇന്ന് എന്റെ അച്ഛൻ നിത്യത്തിലാണ്. എന്റെ അച്ഛൻ്റെ ആ ബന്ധനം ദൈവം അഴിച്ചു. അദ്ദേഹം എന്റെ കൂടെ ആരാധനയ്ക്ക് വീട്ടിൽ കൂടാൻ തുടങ്ങി. അപ്പൊ ലാല്, ഞാൻ, എന്റെ മോൻ, എന്റെ ഇന്നര, 4 ആളായി. നന്നായിട്ട് കൈതട്ടി പാടും, ദൈവത്തെ സ്തുതിക്കും. ഞാൻ പള്ളിയിലാണ് പോയിരുന്നത്. ധ്യാനം കൂടിയത് കൊണ്ട് എന്റെ ജോയ്സാൻ പോയിരുന്ന പള്ളിയിലാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നത്. സ്തോത്രം. അപ്പൊ നല്ല ആത്മചൈതന്യമാണ്. ഈ ആത്മാവന്റെ അടുത്തേക്ക് വന്നിട്ട് പാപത്തെ കുറിച്ചല്ലാതെ എന്റെ അടുത്ത് ഈ ആത്മചൈതന്യം ഓർമ്മ വരുത്തുന്നില്ല. കരയിപ്പിച്ച് വണ്ടി ഓടിക്കുമ്പോ ചിലപ്പോ ആള് വരും, കരയിപ്പിച്ച് വണ്ടി ഓടിക്കാൻ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോ വരും, ചിലപ്പോ കിടന്നുറങ്ങാൻ നേരത്ത് വരും. എപ്പോ വേണമെങ്കിലും വന്നാലും എന്നെ അങ്ങോട്ട് ശുദ്ധീകരിക്കുന്ന ആ ചൈതന്യം, ആ ആലോചന എന്റെ ഹൃദയത്തിൽ ഇടപെടുന്നു. അപ്പൊ എനിക്കിത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഞാൻ എന്റെ ഇന്നരോട് പറഞ്ഞു, എന്റെ ഉള്ളിൽ ഒരാൾ സംസാരിക്കുന്നു, എന്നെ വളരെ പാപത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് എന്നെ ഭാരപ്പെടുത്തുന്നു. എന്റെ ഇന്നലെയും ഒരു പൊട്ടിയായത് അവൾക്ക് ഒരു അനുഗ്രഹമായി മാറി. അവൾ വന്നിട്ട് എന്റെ നെഞ്ചിനകത്ത് ചെവി വെച്ച് നോക്കിയിട്ടുണ്ട്. അവൾക്ക് ഈ ടിക് ടിക് എന്നുള്ള അടിയല്ലാതെ എന്ത് കേൾക്കാണ്. അപ്പോ അവള് പറയുന്നു, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഒരാൾ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ ദൈവകൃപയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നെ സഹായിക്കാൻ തുടങ്ങി. ദൈവവചനം വായിക്കാൻ, പ്രൈസ് ദി ലോർഡ്, സത്യമായിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ വചനം വായിക്കാനുള്ള ആ പ്രചോദനം എന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി തരാണ്. ഞാൻ പിന്നെ വചനത്തിലേക്ക് തിരിയാണ്, വചനം വായിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ആഴ്ചയിലും സൺഡേയില്. വചനങ്ങൾ വായിച്ച് വിഗ്രഹാരാധനകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഈ വിഗ്രഹാരാധനകളും ആഭിചാരവും മന്ത്രവാദം ഒന്നും ദൈവത്തിൻ്റെതല്ല. ഇതെല്ലാം ഈ ലോകത്തിൻ്റെതായ ദുരാത്മാക്കളിലേതാണ് ഇതെല്ലാം. ഇതൊന്നും നീ ചെയ്യാതെ ഞാൻ നിന്നെ കൺമണി പോലെ പരിപാലിച്ച് വഴി നടത്താൻ ശക്തനാണെന്ന് ഇസ്രായേലിനടുത്ത് പറഞ്ഞിട്ടും അവർ ഈ വശീകരണത്തിൽ വീണ് കുരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ വിഗ്രഹാരാധനയും ആഭിചാരത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ആത്മാവ് എന്നെ എന്താ പറയാ, നല്ല തീ കൊണ്ടത്തിൽ നിർത്തിയിരിക്കുക. അങ്ങനെ ഞാൻ എന്റെ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ സ്വർഗത്തിലെ ദൂതനെ പോലെയാണ് എന്നെ അഞ്ചൽ പട്ടണത്തില് പള്ളിയിൽ കൈക്കൊള്ളുന്നത് കേട്ടോ. തൃശ്ശൂർ വനത്തിലരായിട്ടും മാനസാന്തരപ്പെട്ടു, പള്ളിയിൽ വരുന്നു. ബന്ധകോസ സഹോദരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ സന്തോഷിച്ചാനന്ദിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അപ്പൊ ബന്ധകോസ സഹോദരന്മാരെ ഞാൻ കുറ്റം പറയില്ല. ഒരു മേശയിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഉത്തമ സ്നേഹിതന്മാരുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ യേശുക്രിസ്തു രക്ഷകനാന്ന് പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ അവരെ കുറ്റം പറയില്ല. പക്ഷെ യേശുവിന്റെ ആത്മാവ് വന്നാൽ, യേശു ഏകരക്ഷകൻ, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്, എന്റെ ധർമ്മമാണ്. അപ്പൊ ഈ പാസ്റ്ററുടെ ധർമ്മമാണ്, ദൈവമക്കളുടെ ധർമ്മമാണ്. അത് സുവിശേഷം എപ്പോഴും, സുവിശേഷത്താലാണ് ആൾക്കാർ എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ തുടങ്ങി ഈ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് സംസാരിക്കുന്നത് കാണും. വചനത്തിന്റെ തീച്ചൂളയിലെത്തി. ആ വിഗ്രഹാരാധനയുടെ ആ വായിക്കുമ്പോൾ ഇത്രയും കാലം നടന്ന ആ ദുഃഖം എന്റെ ദുഃഖിക്കാണ് ഞാൻ ചെയ്യുന്നത്. ആ ദുഃഖമെല്ലാം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദുഃഖിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛന്മാരെ കുറ്റം പറയല്ല. അപ്പോ നമ്മുടെ ക്രിസ്മസ് വന്നപ്പോ ഉണ്ണീശോനെടുത്ത് പള്ളി പ്രദർശനമൊക്കെ ചെയ്ത് ഞാനപ്പോ വചനത്തിൽ നിൽക്കുകയാണ്. അതാണ് ഉണ്ടായ സംഭവം. ഈ വിഗ്രഹങ്ങൾ തെറ്റാണ്, അതിനെ തൊടരുത് മുത്തരുത് എന്നൊക്കെ എഴുതിയിരിക്കുന്ന അതിന്റെ തീ അഭിഷേകത്തിലാണ് ഞാൻ നിൽക്കുന്നത്.
അങ്ങനെ ഇതെല്ലാം കാഴ്ച നമ്മുടെ ആചാരങ്ങളാണല്ലോ, അതെല്ലാം കാഴ്ച കൊണ്ടുവന്ന് പള്ളിയുടെ അകത്ത് കൊണ്ടുപോയി എല്ലാവരും മുട്ടുകുത്തി. അത് കത്തോലിക്ക പള്ളിയിൽ ഒരു ആചാരമാണ്. ഇന്നും അത് നടന്നു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഈ അവസാനം വന്നപ്പോ ആണുങ്ങൾ മുത്തി കഴിഞ്ഞപ്പോ ഞാൻ മാത്രം പിന്നിലായി. അപ്പൊ അച്ഛനാണെങ്കിൽ കൈപിടിച്ച് നിൽക്കുക. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പൊ അച്ഛൻ എന്നെ ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരെ ചെറുതാക്കല്ല. സ്തോത്രം. എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളിലുള്ള ആള് സമ്മതിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഞാൻ പോയി കണ്ണടച്ച് മൂടുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ എന്നെ ദൈവം അവിടെ നിന്ന് ഇറക്കുകയാണ്. സ്തോത്രം. ഞാൻ അവിടെ നിന്ന് മാറുന്നു. ആരും പറഞ്ഞിട്ടില്ല. എന്റെ ഹൃദയം അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം. ആ കാലഘട്ടത്തിലാണ് ജോൺ താരു. ഇന്ന് എല്ലാവർക്കും അറിയാം ജോൺ താരു എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം രേട്ടനെ പോലെ ഒരു ധ്യാനം കൂടി. അദ്ദേഹത്തിന് കുന്നംകുളം എന്ന് പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട്. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. കുന്നംകുളം ടീം രേട്ടൻ, ജോൺ മോൻ, അതുപോലെ ജോണിയേട്ടൻ, പിന്നെ ഡേവിഡ് ഏട്ടൻ, എല്ലാവരും കച്ചവടക്കാരാണ്. അപ്പൊ എല്ലാവരും ഒരു കുടുംബമാണ് ഞങ്ങൾ തൃശ്ശൂർക്കാര്. അപ്പൊ മോന്റെ വീട്ടില് ഒരു പ്രയർ തുടങ്ങി. അപ്പൊ ഞാനൊന്നും അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് അവനൊന്ന് പോയി കാണാൻ എനിക്ക് തോന്നി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പോ ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ ചെന്ന് സംസാരിച്ചു. രാട്ട രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ. സ്തോത്രം. അപ്പൊ രാട്ടൊന്ന് മരിച്ച അവിടെ പോകും ചോദിച്ചു. പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പൊട്ടന് ദൈവം തരുന്ന ആദ്യത്തെ വെളിപ്പാട്. അപ്പോ രാട്ടൻ പ്രാർത്ഥികരായിട്ടാന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പൊ അവിടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. അപ്പൊ ഞാൻ പോയി പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ദൈവം ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തരിക. സ്തോത്രം. ഞാൻ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു പോകുന്നു. അപ്പൊ ഒരു ആറ്, വളഞ്ഞൊഴുകുന്ന ഒരു ആറും കുറെ മരങ്ങൾ ചാഞ്ഞു കിടക്കുകയും ഒരു അലക്കുകല്ലും, ആ അലക്കുകല്ലും ഒരു സ്ത്രീ തുണി കഴുകുന്നു. ഞാനത് കാണുക. ഞാൻ എന്റെ ഭാര്യയോട് സംസാരിച്ചു. ഞങ്ങൾക്കത് അറിയില്ല. അപ്പൊ ഞാൻ ഇത് വന്ന് മോന്റെ അടുത്ത് പറഞ്ഞു. ജോൺ മോന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ജോൺ മോൻ എന്റെ പറയാം, രായിട്ട് അത് സ്നാനക്കടവാകും, വെള്ളം ഒക്കെ അല്ലേ കാണുന്നതെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്നാനപ്പെടണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ 3-4-5 പേരും കൂടി സ്നാനപ്പെടാനുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് സ്നാനപ്പെടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചൊരു മറുപടി അവന്റെ അടുത്ത് പറഞ്ഞു. നീ അല്ലേ പറഞ്ഞ മരിച്ചാൽ, ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ ഇന്ന് മരിച്ചാൽ നീ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അടുത്ത് സോറി എന്ന് പറഞ്ഞു. ചേട്ടാ ഇന്ന് സ്നാനം നടക്കും, അല്ല നാളെ സ്നാനം നടക്കും എന്ന് പറയാനിടയായി. സ്തോത്രം. അങ്ങനെ ബൈബിൾ കോളേജില് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സാറിന്റെ പേര് അനി പാസ്റ്റർ വിളിച്ച് ജോൺമാൻ എല്ലാ കാര്യങ്ങളും സെറ്റിൽമെന്റ് ചെയ്തു. അങ്ങനെ ദൈവം പൊട്ടന് കാണിച്ചു തന്ന അതേ സ്ഥലത്തേക്ക് റബ്ബർ തോട്ടത്തിൽ കൂടെ ഉണ്ട് എന്നെ കൊണ്ടുപോണു. അപ്പൊ എന്റെ കൂടെ എന്റെ സ്നേഹിതന്മാരുണ്ട്. അപ്പൊ ജോൺമോന്റെ ടീമിലൊക്കെ പിള്ളേർ സെറ്റാണ്, അവരെല്ലാവരും കുഞ്ഞുങ്ങളാണ്. അപ്പോ അതിൽ പ്രായമുള്ള ആള് ഞാൻ മാത്രമാണ് എന്റെ കുട്ടികളുടെ അടുത്ത്. അപ്പൊ അവരെന്നെ വിളിച്ചു, രാജേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അതിശയം. ഞാൻ അന്ന് തലേദിവസം എന്റെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ അതേ സെയിം സ്ഥലം. അത്ഭുതം. ഞാൻ എന്റെ മോനെ ഭാര്യയോടെ ഇറങ്ങി ചെല്ലുമ്പോ മൂത്തം വിട്ട് വളരെ അതിശയകരമായി വളഞ്ഞു കിടക്കുന്ന സ്ഥലവും ഈ ചാഞ്ഞു കിടക്കുന്ന മരവും ഒരു മോൾ അവിടെ നിന്ന് അലക്ക് കല്ലുമ്പോൾ തുണി കഴുകുന്നതും എന്നെ ശക്തീകരിക്കുക, എന്നെ ബലപ്പെടുത്തുക എന്നുള്ള ദൈവത്തിന്റെ വലിയ ധർമ്മം ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ചെയ്യാൻ തുടങ്ങി. എന്റെ ജോൺമോന്റെ അടുത്ത് മടങ്ങി വന്നു. കർത്താവിന്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു പോന്നു. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അതിനുള്ളിൽ എന്റെ അച്ഛൻ മനസ്സന്തരപ്പെട്ട് സ്നാനം പെറ്റു, ക്രിസ്തുവിനെ കർത്താവിൽ ചേർന്നു. സ്തോത്രം. അങ്ങനെ ആത്മാവിൽ വളർന്നു. ഉപവാസവും പ്രാർത്ഥനയും 3 പ്രാവശ്യം 21 പ്രാവശ്യം 40 ഡേയ്സും ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം ആയിട്ട് തന്നു. ഞാൻ എങ്ങനെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രൂപമായി വരണമോ ആ രൂപമാകുന്നത് വരെ ദൈവത്തിന്റെ ആലയം വിട്ടുപിരിയാതെയും ഏവോട്ട പ്രാർത്ഥന ഉണ്ടെങ്കിലും ഞാൻ എന്റെ മക്കളുമായി യാത്ര ചെയ്യും. എന്നെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഒരാളും എന്നെ വിളിച്ചിട്ടില്ല. ഒരാളും വാരായിട്ടാണ് വന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ല. എന്റെ ഉള്ളിൽ ഈ വചനം കേൾക്കണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് വചനത്തിലാണ് ദാഹം. എപ്പോഴും ഭാര്യ ഞാൻ വരുത്തല്ല. ആരാധന നല്ലതല്ലേ? എനിക്ക് വചനമാണ് ആവശ്യം. എനിക്ക് വചനത്താലാണ് ഞാൻ രൂപാന്തരപ്പെട്ടത്.
അതുകൊണ്ട് എനിക്ക് വചനമാണ് ആവശ്യം. എനിക്കത് എത്ര കേട്ടാലും പോരാ. എന്തോരം കയറി വരുന്നോ അത്രയ്ക്കും ഞാൻ ശുദ്ധിയുള്ളവനായി മാറുകയാണ് ചെയ്തത്. എന്റെ കുഞ്ഞിനെയും എന്റെ ഭാര്യയും കൊണ്ട് ഞാൻ സകല പ്രാർത്ഥനകളിലേക്ക് പോകാൻ ആരംഭിച്ചു. എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്ന ഒരാളുണ്ട്. പക്ഷെ ഇവരെല്ലാവരും എന്നെ പ്രാർത്ഥനയിലേക്ക് ഞാനിങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് മാറി എന്നറിഞ്ഞപ്പോ എല്ലാവരും സന്തോഷിച്ചു. പെന്തക്കോസ്ത് കുളത്തിൽ എന്നെ വിളിക്കുന്നു, സാക്ഷ്യം പറയാനൊക്കെ വിളിക്കുന്നുണ്ട്, രണ്ട് വചനം പറയുന്ന ആഗ്രഹമുണ്ട് ഉള്ളിൽ. ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു അക്ഷരം നാവുന്നു വരില്ല. കണ്ണീരോടെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കും. എനിക്ക് പ്രസംഗിക്കുന്ന ഒരാളുള്ളിൽ ഉണ്ട് താനും, പക്ഷെ ആളിട്ട് സംസാരിക്കാൻ സമ്മതിക്കൂല. അപ്പൊ അങ്ങനെ കണ്ണീരോടെ രണ്ട് സാക്ഷ്യം പറഞ്ഞ് ദൈവസന്നിധിയിൽ താൻ നിന്നിരിക്കും. അപ്പൊ ദൈവദാസന്മാര് എന്നെക്കാൾ താഴെയുള്ള കുഞ്ഞു മക്കളാണ് ദൈവദാസന്മാര്. അപ്പൊ അവര് പറയും, സിംഹം പോലെ എഴുന്നേൽക്കുന്ന ഒരു നാൾ ദൈവനായിട്ട് വെച്ചിട്ടുണ്ട്, അന്നൊരായിട്ട് എഴുന്നേക്കെന്ന് പറയും. സ്തോത്രം. എന്റെ തലമേലെ സുരേഷ് പാസ്, അതുപോലെ രാജു പാസ് IPCയിലെ ചില സമയം തരും, പക്ഷെ പ്രസംഗിക്കാൻ അറിയില്ല. അങ്ങനെ 2000 വന്നു. 2000. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനോടൊരു ഉടമ്പടി വെച്ചു. കർത്താവേ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. ബിസിനസ്സിനോട് ഇപ്പൊ തീരെ താല്പര്യമില്ലാണ്ടായി. ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്തു, ഒരു 4 ഷട്ടറിൽ ഓപ്പൺ ചെയ്തു, പക്ഷെ അത് ഞാൻ അടച്ചുപൂട്ടി. അപ്പൊ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് വേണ്ട, ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ എനിക്ക് ഓർഡറുകളുണ്ട്, ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ട് യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഈ നാഴിക വരില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പൊ എന്റെ മൂത്ത മോൻ USA ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. അവനൊരു മോനും ഒരു മോളും ഉണ്ട്. ദൈവത്തിന് മഹത്വം. എന്റെ കൊച്ചുമോളുടെ പേര് എസ്ര, കൊച്ചുമോന്റെ പേര് അറ്റ്ലി എന്നാണ്. മരുമോളുടെ പേര് ജെനിഫർ. കൊച്ചുമോന് കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ല, അവർ ലണ്ടനിലാണ് ഫാമിലി ആയിട്ട്. സ്തോത്രം. അക്ഷയാന്നാണ് എന്റെ എന്റെ മരുമോളുടെ പേര്. അവരും ഹാപ്പി ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഒരു മുട്ടും ഒരു നാഴിക വരെ ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നന്മയല്ലാതെ എന്റെ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് ഒന്നും ഞങ്ങൾക്ക് ഈ നാഴിക വരെ നേരിടേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോ ഞാൻ നിന്റെ വേല ചെയ്തവനാണെങ്കിൽ എനിക്ക് ന്യൂ ഇയറിന് നീ എന്നെ വിളിക്കണം. ഓക്കെ, ഇവിടെയും ഞാൻ പൊട്ടനാണ് പറയുന്നത്. സാധാരണ ന്യൂ ഇയറിന് ഒരു സഭയിലും ഒരു പുതിയ മനുഷ്യനും പ്രസംഗിക്കില്ലേ. ദൈവത്തിന് മഹത്വം. അപ്പോ ന്യൂ ഇയറിന് ഉപവസിക്കുക 7 ദിവസം. കർത്താവേ, നീ എന്റെ ഉള്ളിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കല്ലേ. ഞാൻ സംസാരിക്കേണ്ടതിന് അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ന്യൂ ഇയറിന് എന്നെ വിളിച്ച് നിന്റെ സന്നിധിയിൽ നിർത്തണമേ. ഉപവാസവും പ്രാർത്ഥനയും. അത് സ്വന്തം തൃശ്ശൂരങ്ങാടിയില് രക്ഷിക്കപ്പെട്ടു വന്ന ജോർജേട്ടൻ എന്ന് പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരനുണ്ട്. അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ച് ഞാനും എന്റെ ഭാര്യയും എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നു. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഞാൻ സാക്ഷികളൊക്കെ പറയും. അങ്ങനെ ലവ്ലി ബ്രദർ എന്ന് പറഞ്ഞൊരു മോന്റെ കൂട്ടായ്മ പുനലൂരുണ്ട്. ഞങ്ങൾ അവിടെ അടിക്കടി പോകും. അപ്പൊ അവിടെ ഒരു മോനായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ആ മോന് സ്റ്റോൺ ബിസിനസ്സാണ്, മാർബിളിന്റെ ഒക്കെ ബിസിനസ്സാണ്. അവന്റെ ലോഡുകൾ ബ്രേക്ക് ആയി കിടക്കുക. ഞങ്ങളുടെ അന്നത്തെ പ്രാർത്ഥനയില് എനിക്ക് അങ്ങനെ ഒരു അരുളപ്പാടുണ്ടായപ്പോ ഞാൻ ഈ മോന്റെ അടുത്ത് പറഞ്ഞു, മോനെ, കല്ലിന്റെ ലോഡുകള് ഓപ്പൺ ആയി വരുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ആ ബിസിനസ്സുകാരനാണ്, അതെനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ഓപ്പണായി, അവനത് അത്ഭുതമായി, അത് റിലീസായി വന്നു. ആ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഇവന്റെ ഒരു ആന്റി, ഈ മോന്റെ ഒരു ആന്റി തിരുവല്ലയിലുണ്ട്. പേര് ഷീല എന്ന്. സ്തോത്രം. അപ്പോ ഞാൻ ഇവിടെ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിന്റെ പ്രവൃത്തികള്. അപ്പോ ഈ ശീലമോള് അവള് വലിയൊരു വീട് പണിതിരിക്കുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ട്. അത് ന്യൂ ഇയർ തൊട്ട് ഓപ്പൺ ആക്കണം. അപ്പോ ആ ഓപ്പൺ ആക്കേണ്ടതിന് പാരമ്പര്യമായിരിക്കുന്ന ആരും വേണ്ട. എന്നാൽ ഈ മുസ്ലിമോ ഹിന്ദുക്കളിൽ നിന്നുള്ള ഒരു ബ്രദറിനെ അല്ലെങ്കിൽ ഒരാളെ ഞങ്ങൾക്ക് കിട്ടണം. അപ്പൊ ഈ മോൻ പറയുന്നത്, എന്റെ രാജേട്ടന് നമ്പർ തരാന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ ഈ മോൾക്ക് കൊടുക്കാണ്. സ്തോത്രം. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുക. ന്യൂ ഇയറിനാണ് ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് വെച്ചിരിക്കുന്നത് പ്രസംഗിക്കേണ്ടത്. ഈ ശീലമോള് അന്ന് ചെറിയ നമ്മുടെ മൊബൈലാണ്, ടവറൊന്നുമില്ല. ഈ ശീലമോള് എന്നെ വിളിച്ചിട്ട്, ബ്രദർ രാജൻ തൃശ്ശൂരാണോ? അതെ. രാജു ബ്രദറെ, ന്യൂ ഇയറിന് എന്റെ വീട്ടിലേക്ക് മെസ്സേജിന് വരാൻ പറ്റുമോ? എനിക്ക് എന്റെ തലേ നിന്ന് കാലിന്റെ അടി വരയ്ക്കുന്ന ഒരു തീ കൊണ്ട പോലെ ഇങ്ങോട്ട് ഇറങ്ങിയങ്ങ് പോയി. എനിക്ക് സംസാരിക്കാൻ വളരെ പ്രയാസമായി. ഞാൻ വരാന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭാര്യ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞതിന് ശേഷം അവളെ വീട്ടിൽ പോയി.
നമുക്ക് പണ്ടത്തെ എന്റെ അംബാസഡർ കാറാണ് നമ്മുടെ പണ്ടത്തെ വണ്ടി. അപ്പൊ ഞാൻ എന്റെ ഇന്നലെ എന്നെ വിളിക്കാൻ, അവള് സിറ്റിയിലാണ് താമസിക്കുന്നത്, തൃശ്ശൂർ തന്നെ ടൗണിലാണ് ഞാൻ താമസിക്കുന്നത്. അവള് താമസിക്കുന്നതും ഞാൻ താമസിക്കുന്നതും അടുത്ത് തന്നെ തൃശ്ശൂർ ടൗണിലാണ്. ഞാൻ ചൊവ്വൂര് 7-8 കിലോമീറ്റർ ഉള്ളൂ. ഇന്നലെ വീട്ടിലേക്ക് ഏകദേശം ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ. അദ്ദേഹത്തിന് ഞാൻ എന്റെ ഭാര്യനെ എന്റെ മോനെയും വിളിക്കാൻ എന്റെ കൂട്ടുകാരനുമായി അവിടെ ചെന്നു. എന്റെ കുട്ടികളെ കയറ്റി. ശ്രദ്ധിക്കണം, വൈകുന്നേരം 6 തൊട്ടാണ് വർക്കുള്ളത്. ഞാൻ 2 മണിക്ക് ഇറങ്ങി. എനിക്ക് കാർ ഓടിച്ച് തൃശ്ശൂരിൽ നിന്ന് എന്റെ അംബാസഡർ കാർ രാത്രിയിൽ ഞാൻ ഓടാൻ എനിക്ക് 4 മണിക്കൂർ 4.25 മണിക്കൂറിനുള്ളിൽ ഞാൻ ഓടിയെത്തും. അത്രയും ടൈം മതി, ഞാൻ ഓടും രാത്രിയിലാവുമ്പോ. എന്റെ കുട്ടികൾ 2 തിരിഞ്ഞും മറിഞ്ഞും എടുക്കും ബാക്ക് സീറ്റിൽ. ഞാൻ എന്റെ ഇതിന് ഫ്രണ്ടിൽ ഇരുന്ന് വണ്ടി ഓടിച്ച് എത്തിക്കും. 2 മണിക്ക് ഞാൻ ഇറങ്ങി. 2 മണിക്ക് ഇറങ്ങി. ഞങ്ങള് വടക്കനാഥൻ ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്താറായി. ആ ടൗണിലേക്ക് കയറിനേക്കാൾ മുമ്പ് എന്റെ വീലിന്റെ ടയർ പഞ്ചറായി. ടയർ വീലിന്ന് തെറ്റി വീണു. അത് പിന്നെ പഞ്ചർ അടയ്ക്കേണ്ട കാര്യത്തിന് കൊണ്ടുപോയി നോക്കി. എന്റെ വണ്ടിയുടെ മുമ്പിൽ അതിട്ടു. മുന്നോട്ട് പോയി നിറച്ച് കെട്ട് കാഴ്ചകളാ. ഒരു 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 50-60 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ വണ്ടി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ബ്രേക്ക്. അപ്പോ പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു, പിന്നെയും ബ്രേക്ക്. ഈ തിരുവല്ല വരെ ചെല്ലാൻ രാത്രി 10:30 മണിയായി. നോക്കിയേ, 2:30 ഇറങ്ങി 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 10:30. കാര്യം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോഴേക്കും മനസ്സൊക്കെ അവിടെ തളർന്നു. 2ാം സെക്ഷൻ ഓപ്പൺ ആയി. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. കയറി ചെല്ലുന്നത് സ്തോത്രം ഹല്ലേലൂയ, ഇട്ടിസാർ എന്ന് പറഞ്ഞ ബൈബിൾ കോളേജിൽ പിള്ളേർക്ക് വചനം പഠിപ്പിക്കുന്ന സിംഹത്തിന്റെ മടയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. സ്തോത്രം. അവിടെ ചെന്ന് കൈയും കാലൊക്കെ കഴുകി താഴെ ഇറങ്ങി ചെന്നു. ഞാൻ ഇത്രയും ലൈറ്റ് ആയതുകൊണ്ട് സ്തോത്രം, എനിക്ക് പപ്പയ്ക്ക് എന്നോട് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവില്ല. കാരണം അവരൊക്കെ കൃത്യനിഷ്ഠയുള്ളവരാണല്ലോ. സ്തോത്രം. ഒരുപാട് സമയം എടുത്തപ്പോ പ്രാർത്ഥന തുടങ്ങി 10:30. ന്യൂ ഇയറിൽ കയറാൻ പോവാ. എന്നെ വിളിച്ചു രായട്ടൻ എന്ന് ചോദിച്ചപ്പോ ഞാൻ കൈ നോക്കി. ഇങ്ങനെ വിളിച്ചു. ഞാൻ ചെന്ന് പപ്പയുടെ വലതുപാട്ട് ഇങ്ങനെ കാണിച്ചിരിക്കാൻ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചു പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. എന്റെ മനസ്സിൽ ഭയങ്കര ഭാരായി. സ്തോത്രം. അപ്പൊ എന്റെ ഉള്ളില് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയവും വന്ന കാര്യം പറയാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായി. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഞാൻ ആദ്യം ആ സാക്ഷ്യം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു. സ്തോത്രം. ഈ സാക്ഷ്യം കേട്ട വശം ഈ സഭയിലുള്ള പിള്ളേരൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ആരാധിച്ചു. നല്ല രീതിയിൽ അങ്ങോട്ട് അവർ ആരാധിച്ചിട്ട് പപ്പയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി. കുറച്ച് കഴിഞ്ഞ എന്റെ സാക്ഷിയൊക്കെ പറഞ്ഞ് ഒരുവിധം ബ്രേക്ക് ചെയ്ത് വന്നപ്പോ പപ്പ പറഞ്ഞു, ന്യൂ ഇയർ ആണ് മോൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജീവനുള്ള ദൈവത്തിന്റെ വലിയ നാമത്തിൽ ന്യൂ ഇയറിന് ഞാൻ പ്രസംഗിച്ചു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവിടെ നിന്ന് പിന്നെ ചെറിയ ചെറിയ ശുശ്രൂഷകനായി എന്റെ സഭകളിൽ എന്റെ സ്നേഹിതന്മാരെ സഭകളിലേക്ക് വിളിക്കാൻ തുടങ്ങി. പൊട്ടനായിരുന്നു ഞാൻ ഇപ്പൊ സംസാരിക്കുന്നു. അതിശയായി എല്ലാവരും. അപ്പൊ എല്ലായിടത്തും വിളിക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ ഇപ്പൊ ഈ നാഴികയിൽ ഒരു കൊച്ചു മിഷൻ പ്രവർത്തകനായി ദൈവത്തിന്റെ ആത്മാവ് എന്നെ വഴി നടത്തുന്നു. സ്തോത്രം. എന്റെ കുട്ടികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഒന്നിനും ഒരു മുട്ടില്ലാതെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ നടത്തി. അങ്ങനെ മിഷൻ പ്രവർത്തനത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്നെ തെരഞ്ഞെടുത്തു. അതിന് ദൂതുണ്ടായിരുന്നു. ഉപവാസപ്രാർത്ഥനകളിൽ ഞാൻ പോകുന്നത് കൊണ്ട് എനിക്ക് ചെന്നിരിക്കുമ്പോ പറയും, രാജേട്ടാ ധർമ്മക്കൻ എന്ന് പറയുന്നൊരു ദൈവദാസന, ഞാൻ നിന്നെ തമിഴ്നാട് ഉൾഗ്രാമങ്ങളിൽ വഴി കൊണ്ടുപോയി എന്റെ സഭകൾ കെട്ടും. അതുപോലെ ആദിവാസി ഉള്ളികളിൽ പോയി ഞാൻ എന്റെ സഭകളെ കെട്ടും. അതായത് കൂടാരം ഉണ്ടാക്കും. ദൈവകൃപയാൽ തൊണ്ട ഈ നാഴിക വരെ അമേശ്വരം തമിഴ്നാട്ടിലൊരു 10 കൂടാരം ദൈവം ഉണ്ടാക്കി. ഇപ്പൊ തൊണ്ട 10ാമത്തെ വർക്ക് നടക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോയാൽ അതിന്റെ പണികളെല്ലാം പൂർത്തീകരിക്കപ്പെടും. ദൈവം അയച്ച കാര്യങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്തോത്രം. കർണാടകയിലും ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ചെയ്തു. ഗൂഡല്ലൂരിൽ ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ. ഊട്ടിയിൽ ചെയ്തു. ദൈവത്തിന് മഹത്വം. എങ്ങനെ ദൈവത്തിന്റെ വേലയിൽ കർത്താവിന്റെ നാമമഹത്വത്തിനായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോ എന്റെ വീട്ടിൽ എന്റെ ചേച്ചി യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ ചേച്ചി ഒരു ദിവസം വന്നിട്ട് പ്രാർത്ഥനയിൽ ചേച്ചിയുടെ മേലുള്ള ആത്മാവ് ഇളകുകയും സ്വന്തം മോന്റെ മുമ്പിൽ വെച്ച് തന്നെ
ചേച്ചി യേശുവിനെ അനുഭവിച്ചിട്ടുണ്ട്, അതിനെ ശാസിച്ചിട്ടുണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെന്ന സ്നാനം വെച്ച് ഇതുവരെ ക്രിസ്തുവിലേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് യേശുവിന് അനുഭവം എന്റെ ചേച്ചിക്കുണ്ട്. വൈകാതെ എന്റെ ചേച്ചി ജീവരക്ഷ പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ആ ചേച്ചിയുടെ ഫാമിലി. അതുപോലെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ കഴിഞ്ഞ പ്രാവശ്യം അമേശ്വത്രം അഞ്ചൽ പട്ടണത്തിൽ എന്റെ ചേട്ടന്റെ സ്നേഹിതന്മാരെ കാണാൻ വേണ്ടി എന്റെ ചേട്ടൻ എന്റെ കൂടെ വരാനിടയായി. അപ്പോ എന്റെ ചർച്ചിൽ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ദാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വരാം എന്ന് പറഞ്ഞ് ചേട്ടൻ എന്റെ കൂടെ ഫാസ്റ്റിംഗ് പ്രയർ കാണാനായി എന്റെ കൂടെ വന്നതാണ്. സ്തോത്രം. കാണാൻ, ഫാസ്റ്റിംഗ് പ്രയർ കാണാൻ. എന്റെ കുഞ്ഞുമോൻ പറഞ്ഞ പോലെ യേശുവിനെ കാണാൻ അമേശ്വത്ര അച്ഛൻ പോകുന്നുവോ എന്ന് ചോദിച്ചതുപോലെ എന്റെ ചേട്ടൻ എന്നാൽ ആരാധന കാണാം എന്ന് പറഞ്ഞ് അമേശ്വത്ര ആലയത്തിൽ കാലുകുത്തിയതാണ്. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് എന്തെല്ലാം അനുഭവം ഉണ്ടായോ അതേപോലെ അമേശ്വത്ര എന്റെ ജ്യേഷ്ഠ സഹോദരനും സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് അടിമുടി ആള് മാറി സ്തോത്രം ദൈവവചനം സ്വീകരിച്ച് സ്നാനമേറ്റ് കർത്താവിന്റെ മേശയിൽ നിന്ന് പാനം ചെയ്ത് ഭക്ഷിച്ചിട്ടാണ് എന്റെ ജ്യേഷ്ഠൻ പോയ. ഈ ഭാഗ്യം എനിക്ക് അന്ന് കിട്ടിയില്ല. എന്റെ 2 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്റെ ചേട്ടൻ എത്ര ഭാഗ്യമുള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എന്റെ ചേട്ടന് സ്തോത്രം വീട്ടിൽ അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അവരറിയാത്തത് കൊണ്ട് എന്റെ ചേട്ടത്തമ്മയ്ക്കും എന്റെ ചേട്ടന്റെ ഒരു മോനേ ഉള്ളൂ. ആ മോനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്തോത്രം. ഇപ്പൊ എന്റെ ചേട്ടന്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ ചേട്ടൻ പറയുന്നത് മരണത്താലല്ലാതെ ഈ വിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കാൻ ആർക്കും സാധ്യമല്ല. അവിടെയും ചേട്ടത്തമ്മയും മക്കളും ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഈ സെക്കൻഡ് നേരം കൊണ്ട് അടിമുടി സ്തോത്രം മാറാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് അവരും അതിശയിക്കുന്നത്. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ സ്തോത്രം വിശ്വസ്തനായ ദൈവമാണ്. അവൻ കരുണാമയനായ ദൈവമാണ്. യേശു രക്ഷകനാണ്. സ്തോത്രം. നോക്ക, അതിന്റെ വീടിന്റെ വർക്ക് നടക്കുന്നു. തീരാൻ ബുദ്ധിമുട്ടായി നിൽക്കുകയാണെന്ന് യേശു ക്രിസ്തു വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്റെ കഷ്ടതകൾക്കൊക്കെ ഒരു മാറ്റം തരാൻ വിശ്വസ്തനായ ദൈവമാണ്. രോഗത്താൽ ഭാരപ്പെട്ട് എന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം രാജ്ഞ സൗഖ്യമാക്കി സ്തോത്രം ഈ നാഴിക വരെ നടത്തി എന്റെ ദൈവത്തിന്റെ ആ വലിയ കരം ഈ നാഴികയിൽ നിന്ന് നീട്ടിത്തൊട്ട് നിനക്ക് സൗഖ്യം തരാൻ കഴിയും. ബിസിനസ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന സഹോദരനാണോ? നീ മരണം ആഗ്രഹിക്കുന്നവനാണോ? സ്തോത്രം. എന്റെ അകത്ത് വ്യാപരിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തും വ്യാപരിക്കും. നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. നിന്റെ സ്ഥിതികൾക്ക് മാറ്റം തരുവാൻ ഈ നാഴികയിൽ എന്റെ യേശുവിന് സാധിക്കും. സ്തോത്രം. ഏത് വിഷയമായിരുന്നോട്ടെ, ഭാര്യഭർത്ത ബന്ധങ്ങളിലായിരുന്നോട്ടെ, കുടുംബ കലഹങ്ങളിലായോട്ടെ, സ്തോത്രം, അയൽക്കാർ തമ്മിലുള്ള വിഷയങ്ങളായോട്ടെ, സഹോദരന്മാർ തമ്മിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, എല്ലായിടത്തും യേശു രക്ഷിക്കുന്നവനാണ്. രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങളിൽ നിന്നും സ്തോത്രം മാറ്റം നിന്ന് രക്ഷിക്കുന്നവനാണ്. സ്തോത്രം. ഏത് വിഷയത്തിന് മുമ്പിലും വെച്ചാലും രക്ഷയാണ്. സ്തോത്രം. ഇത്ര മഹത്വമുള്ള ഈ വലിയ രക്ഷകനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നിങ്ങൾ ഇന്ന് തയ്യാറാണെങ്കിൽ രായട്ടനെ ജയോത്സവമായി വഴി നടത്തുന്ന ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെയും വഴി നടത്താൻ വിശ്വസ്തനാണ്. ദൈവത്തിന് മഹത്വം. എന്റെ മക്കളുടെ 2 സാക്ഷ്യം പറയാം. കാരണം പണമാണല്ലോ എല്ലാവരുടെയും വിഷയം. എന്നാൽ എന്റെ 2 മക്കൾക്ക് വേണ്ടി യേശു ചെയ്ത ഈ 2 സാക്ഷി കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് സ്തോത്രം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക. മൂത്ത മകൻ എന്റെ അടുത്ത് പറയും, അച്ഛാ എനിക്ക് സ്തോത്രം UK USA പോകണമെന്നാണ് ആഗ്രഹം, എന്നെ സഹായിക്കണം അച്ഛാന്ന് പറയും. ഞാൻ പറയും, ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കി വിടാന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവൻ തിരുവനന്തപുരത്ത് പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോബിനകത്ത് കയറി. അപ്പൊ ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. എന്റെ മൂത്ത മകനോട് കൂടെ, അവന്റെ അനിയൻ കൊണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് അവന്റെ അടുത്ത് പറഞ്ഞു, നമുക്കത് നടക്കത്തില്ല. എന്റെ കസിൻ വിദേശത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു 10-35,000 എന്തായാലും അവിടുന്ന് സാലറി കിട്ടും. അപ്പൊ ചേട്ടൻ അനിയനും കൂടെ അങ്ങോട്ട് വിടാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. കാര്യങ്ങളൊക്കെ അവിടെ സെറ്റിൽ ചെയ്തു. അപ്പൊ അവിടുത്തെ ഇന്റർവ്യൂ എറണാകുളത്ത് നടക്കുന്നുണ്ട്. അപ്പോ ഞാൻ മക്കളുടെ അടുത്ത് പറഞ്ഞു, ഇന്റർവ്യൂവിന് നിങ്ങൾ 2 അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്റെ കുട്ടികളുടെ സെറ്റിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ജോലിയാണെങ്കിൽ റിസൈൻ ചെയ്തു. നോക്കണം, ഒരു അത്ഭുത കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. സ്തോത്രം. അപ്പോ അന്ന് എന്റെ മക്കൾ പുറത്തുപോയി. തിരിച്ചു വരുന്ന സമയത്ത് സുരേഷ് പാസ്റ്റർ, തിരുവനന്തപുരം സുരേഷ് ബാബുവിന്റെ മീറ്റിംഗ് നടക്കുന്ന 21 days. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ച് എന്റെ മക്കളെ ഞങ്ങൾ വിളിച്ച് വിട്ടു. അപ്പൊ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോ ബുള്ളറ്റ് എടുത്ത് വരാൻ ചേട്ടന്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ചേട്ടൻ കാറും കൊണ്ടുവന്നു. ഞങ്ങൾ അതിൽ കയറി പോന്നു. അപ്പൊ താഴെ മോൻ
ബുള്ളറ്റിൽ പോകുന്നു. ഞാൻ വീട്ടിലെത്തിയില്ല, എന്റെ മോൻ വന്നിട്ടില്ല. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, അവൻ എവിടെയാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുവരും വെച്ചാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും ക്രാവ് എത്തിയിട്ടില്ല. സ്തോത്രം. അപ്പൊ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഒരു പോലീസുകാരനാണ് വിളിക്കുന്നത്. അപ്പൊ ചോദിച്ചു, ചേട്ടൻ തൃശ്ശൂരാണോ? അദ്ദേഹം ചോദിച്ചു. അപ്പോ മോനൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി സാറേ, മെഡിക്കൽ കോളേജിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം എന്റെ മോനും എന്റെ ഭാര്യയും കൂടി വണ്ടി തിരിച്ചു വേഗം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് സാറിനെ കണ്ടു, ഉള്ളിൽ കയറി. ദൈവം സഹായിച്ച എന്റെ മോന് ആക്സിഡന്റില് ബൈക്ക് ഹാൻഡിൽ ഇടിച്ച് തിരിഞ്ഞിട്ട് ഹാൻഡില് തൊടേനുള്ളിൽ ഇവിടെ കയറിപ്പോയി. ഹാൻഡിൽ വണ്ടിയുടെ. സ്തോത്രം. എന്റെ മോന്റെ എല്ല് രണ്ടായി പോവാതെ എന്റെ ദൈവം ആ താഴെയുള്ള മസിലിലൂടെ ഹാൻഡിൽ കയറിപ്പോയി. അത് വളച്ചവർ നീർത്തി എന്റെ മോന്റെ കാലത്തിൽ നിന്ന് ഊരിയെടുത്തു. അവിടെ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പോഴും ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. അവന്റെ ഫ്രണ്ട്സുകളെല്ലാം വന്നപ്പോ ഞാനും അവന്റെ ചേട്ടനും എന്റെ ഭാര്യയും കൂടെ ആ മീറ്റിങ്ങിൽ പോയി. ദൈവം അവിടെ സംസാരിക്കുന്ന ഒരു അത്ഭുതം. ഞങ്ങൾ ആ പിന്നിലാണ് ഇരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദൈവദാസനാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പ്രസംഗത്തിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. ജോലി റിസൈൻ ചെയ്ത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിന്ന ഒരു മോൻ ഇതിനകത്തുണ്ട്. പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ വിദേശത്തേക്ക് പോകാനുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്റെ കുട്ടികൾക്ക് പറ്റിയില്ല, ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ട്. ജോലി റിസൈൻ ചെയ്ത് എന്റെ കുട്ടി നിൽക്കുന്നു. അപ്പോ അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. പക്ഷെ അപ്പൊ ഞങ്ങൾ അത് ശ്രദ്ധിച്ചല്ലേ, വേണ്ട തന്നെ നിൽക്കല്ലേ, ആരാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ദൈവത്തിന് മഹത്വം. പിന്നെയും അങ്ങനെ വിളിച്ചു പറഞ്ഞു, ആരും കൈവക്കില്ല. പിന്നെ വിളിച്ചപ്പോ എന്റെ ഭാര്യ എന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട്, ഇന്നലെ അവൻ മോൻ റിസൈൻ ചെയ്ത് നിൽക്കുകയാണ് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നലെ എന്റെ മോനെ കൊണ്ട് മുന്നിലേക്ക് പോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിരുന്നു, നിങ്ങൾക്കുള്ളൊരു വഴി ദൈവം തുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫ്ലൈൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകന്റെ ഒരു യാത്രയുണ്ടാകും എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്ത് എന്റെ മോനെ. അപ്പോ എന്റെ മോൻ ജോബ് ചെയ്യുന്നിടത്ത് സാറ് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. സ്തോത്രം. ഇവന്റെ ആഗ്രഹം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനാണ് താനും. ദൈവത്തിന് മാറ്റുണ്ടാട്ടെ. അപ്പോ 1 മാസത്തിനുള്ളിൽ അവന്റെ ബോസ് വിളിച്ചിട്ടുണ്ട്, ചോദിച്ചോടാ നിനക്കിവിടെ പഠിക്കാൻ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം നിനക്ക് സെറ്റ് ചെയ്ത് തരാം. അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അവർ. ഈ പറഞ്ഞ സമയം കൊണ്ട്, ഈ 1 മാസം കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുത മറുകൾ എന്റെ യേശു ഇവന് വേണ്ടി ചെയ്യാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ ആ നാഴികയിൽ അത് നടന്നിരിക്കും. ഈ പറഞ്ഞ സമയം കൊണ്ട് അവന്റെ പേപ്പേഴ്സുകളും ടെസ്റ്റുകളും ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ദൈവം സെക്കൻഡ് നേരം കൊണ്ട് ശരിയായി. പോവാനുള്ള പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ 25,000 ബാങ്കിൽ അടയ്ക്കണമായിരുന്നു. അത് ദൈവകൃപയാൽ ആ സെറ്റിൽമെന്റ് ചെയ്ത് തന്നിട്ട് ഫ്രണ്ട്സുകൾ അത് അറേഞ്ച്മെന്റ് ചെയ്ത് അടച്ചു. ഈ പറഞ്ഞ സമയം കൊണ്ട് അവന് വേണ്ടി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അവന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ദൈവ സന്നിധിയിൽ നിന്ന് അവൻ്റെ അടുത്ത് ദൈവം സംസാരിച്ചിട്ട് അവൻ കയറിപ്പോയി. ഇന്ന് USA അവൻ കുടുംബമായി സന്തോഷമായിരിക്കും. 2ാമത്തെ മകൻ, അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. സ്തോത്രം. അവനും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മിസ്സിസിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവൻ BCA കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോ പോവാനുള്ള ക്രമീകരണങ്ങൾ നോക്കിയിട്ട് പറ്റണില്ല. അപ്പോ എന്നാ അച്ഛന്റെ ഫ്രണ്ട്സ് UK-ലുണ്ടല്ലോ, ഒന്ന് ഫ്രാൻസിസ് അങ്ങളുടെ അടുത്തൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് സെറ്റിൽ ചെയ്യാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെയുള്ള പൈസ ശരി ഓക്കെ എന്ന് പറഞ്ഞ് പൈസ ബാങ്കിൽ 3 ലക്ഷം രൂപ അടച്ചു. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോ അവിടെ 35 ലക്ഷം രൂപ കോളേജിൽ ഒരുമിച്ച് അടയ്ക്കണം. അവിടുത്തെ നിയമം മാറി, വലിയ എമൗണ്ടായി മാറി. അപ്പൊ ഞാൻ എന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, തന്നെ അച്ഛനെ കൊണ്ട് പോകുന്ന കാര്യമില്ല, അതുകൊണ്ട് ഈ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ എന്റെ കുഞ്ഞുങ്ങൾ ദുഃഖിതരായി. എന്റെ മോളും വളരെ വിഷമിച്ചു. അവര് റൂമിലേക്ക് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് ഫ്രാൻസിസ് വിളിച്ചിട്ട് പറഞ്ഞു, രായിട്ട് പൈസയുടെ കാര്യം സെറ്റിൽ ആവുമെന്ന് ചോദിച്ചു. എങ്ങനെ സെറ്റിൽ ആവാനാണ്? പോവാനായിട്ട് മകൾക്ക് പോവാനും 10-20 ലക്ഷം രൂപ മുകളിൽ വേണം. 35 ലക്ഷം രൂപ ഇവിടെ അടയ്ക്കാൻ വേണം. ഞാൻ പറഞ്ഞു, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ എനിക്കൊരു നമ്പർ എടുത്ത് തന്നിട്ട് പറഞ്ഞു, രാട്ടാ ഈ നമ്പർ രാട്ടാ മോന്റെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. രാട്ട സ്തോത്രം പറഞ്ഞാൽ മതി, രാട്ടിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞ് ഈ നമ്പർ മോന്റെ കയ്യിൽ കൊടുത്ത് എറണാകുളത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ മോനും മോളും കൂടെ എറണാകുളത്തേക്ക് ചെന്നു. അവരുടെ ഡോക്യുമെന്റ്സ്, ഈ ബാങ്ക് ഡോക്യുമെന്റ്സ് എടുത്ത് ചെല്ലാൻ പറഞ്ഞു പോയി. അവിടെ ചെന്നപ്പോ ഞാൻ ഈ ആളറിയില്ല, ഇതാരാണ് ചെയ്തതെന്ന് ഈ നാഴി വരെ എനിക്കും എന്റെ ഭാര്യയ്ക്കും പോലും അറിയില്ല.
സ്തോത്രം. അവിടെ ചെന്നപ്പോ ഈ 35 ലക്ഷം രൂപ എന്റെ മോന്റെ ബാങ്കിലേക്കുള്ള കാര്യങ്ങളെല്ലാം അവർ സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തു. അതിശയം എന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ എന്റെ സ്നേഹിതന്മാരോട് എല്ലാവരും സഹായം ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? എന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ 2 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം രൂപയൊക്കെ ചോദിച്ച സഹായിക്കാൻ എന്റെ നല്ല സ്നേഹിതന്മാർ എനിക്കുണ്ട്. അവരുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഇല്ല എന്നല്ല എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. സ്തോത്രം. പിന്നെ ബാങ്കിലാണെങ്കിൽ ഞാൻ കർത്താവിന് നാമത്തിൽ കൊടുത്തു. ആ ബാങ്കിൽ നിന്നും പാസ്സായില്ല. അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അടിമുടി എല്ലാം മാറി. സകല ലോണും പാസ്സായി. ഇല്ല എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് പൈസ ഇട്ടു. 79 ലക്ഷം രൂപ എന്റെ കൊച്ചുമോന് പോവാ ബാങ്കിൽ ക്രെഡിറ്റ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങളെ കാണാൻ, അനുഭവിപ്പാൻ യേശു ശക്തനാണ്. വിശ്വസ്തയോടെ, താഴ്മയോടെ, എളിമയോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാൽ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഇന്ന് എന്റെ കൊച്ചുമകള് 2 പേരും ഇന്ന് UK-ലാണ്. അവർ സന്തോഷമായിരിക്കുന്നു. സ്തോത്രം. ഇത്രയും സമയം എന്റെ ആരോമ ടിവിയിലെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ചേട്ടന് പറയാനുള്ളത്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. നീയും നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. നിത്യജീവനിൽ ചെന്ന് ചേരും. നിന്റെ മക്കളെ ഒരു നാളും യേശു ഉപേക്ഷിക്കില്ല, കൈവിടുകയുമില്ല. നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ യേശു മതിയായ ദൈവമാണ്. അത്ഭുത സൗഖ്യം തരാൻ ദൈവം മതിയായ എന്നാണ്. നിന്റെ ഏത് വിഷയമായിരിക്കട്ടെ, കുഞ്ഞുങ്ങളുടെ വിവാഹമാണോ, ജോലി വിഷയമാണോ, സ്തോത്രം, ഭവനത്തിന്റെ വർക്കുകളാണോ, വിദേശത്തേക്ക് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളാണോ, എന്ത് വിഷയത്തിനും യേശുവിന്റെ സന്നിധിയിൽ മറുപടി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. സ്തോത്രം. ഇത്രയും സമയം ചേട്ടന്റെ ഈ കൊച്ചു സാക്ഷ്യം കേട്ട് ഇരിക്കുന്ന എന്റെ പ്രിയ എല്ലാ മക്കൾക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള നല്ല പിതാവേ, എന്റെ ആരോമ ടിവിയിലെ എന്റെ ദാനിയേൽ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്ന അനേകർ ഇതുപോലെ സാക്ഷ്യം പറയുവാൻ തന്റെ ദാസന് കർത്താവ് ഈ മുഖാന്തരം ഒരുക്കി കൊടുത്ത എന്റെ ദൈവം തന്റെ ദാസനെ ഈ കുടുംബത്തെയും ഒന്ന് അനുഗ്രഹിക്കണമേ. ഇതുപോലെ അനേക സാക്ഷ്യങ്ങൾ ആരംഭിലൂടെ എനിക്കും കേട്ട് കർത്താവ് അനേകർ ഇതുപോലെ എന്റെ സാക്ഷ്യം കേട്ട് സാക്ഷ്യം പറയുന്നത് പോലെ ജനലക്ഷങ്ങൾ സാക്ഷികളായി തീരേണ്ടതിന് ഞാൻ യേശുവിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവദായക, എന്നെ രക്ഷിച്ച് അല്ലലില്ലാതെ ആനന്ദത്തോടെയും സന്തോഷത്തോടെയും നിന്റെ തോട്ടത്തിൽ ഓടുവാൻ അമേശ്വര കൃപ തന്ന ദൈവമേ, എന്നെ കേൾക്കുന്ന എന്റെ അമേശ്വര സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്കും ആശ്വാസവും ശാന്തിയും സമാധാനവും കർത്താവേ സ്തോത്രം. ആ നിന്റെ വലിയ കരം നീട്ടി നൽകി അനുഗ്രഹിച്ചാലും ദൈവ അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു പ്രിയ രാജേട്ടൻ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം എത്ര വിശ്വസ്തനെന്ന്, എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ഒരു സാക്ഷ്യമാണ് ഈ സമയം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. വളരെ ബാല്യത്തിൽ തന്നെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പള്ളിമുറ്റത്തു കൂടിയുള്ളതായ സ്ഥിരയാത്ര, ആ സന്ദർഭത്തിലൊക്കെ അവിടെ കേട്ടും കണ്ടും പരിചയിച്ചു വന്നതായ യേശുവിനെ കുറിച്ചുള്ള ഒരുപാട് അറിവുകളും ഓർമ്മകളും ഹൃദയത്തിൽ പേറി യേശുവിനെ സ്നേഹിച്ച ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. യേശുവിനെ ആരാധിച്ചില്ല, പകരം യേശുവിനെ ഒരു സ്നേഹിതനെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത ആ ഒരു കുട്ടിക്കാലം. എന്നാൽ പിന്നത്തേതിൽ ആ സ്നേഹിതൻ ജീവിതത്തിലുടനീളം വിട്ടുപിരിയാത്ത ഒരു ജീവിത പങ്കാളിയായി, ഒരു സഖിയായി, ഒരു സുഹൃത്തായി, ഒരു ദൈവമായി, കർത്താവായി, ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട പടിപടിയായുള്ള ഒരു അനുഭവമാണ് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു
സുഹൃത്ത് ജീവിതാവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. നമ്മൾ ബാല്യകാലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ അയൽക്കൂട്ടുകാർ, നമ്മൾ യൗവനക്കാരായിരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാർ, ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പക്ഷേ ആ സുഹൃത്തുക്കൾ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ അവരെ വിട്ടുപോകും, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടുപോകും. എല്ലായ്പ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നല്ല സ്നേഹിതനായി, വാസ്തവത്തിൽ നമ്മെ സ്നേഹിക്കുന്ന നല്ല സ്നേഹിതൻ എന്ന് ഒരാളെ സംബോധന ചെയ്യണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മനുഷ്യൻ പലപ്പോഴും അത് തിരിച്ചറിയാതെ ആ സ്നേഹിതൻ്റെ സ്നേഹ പരിലാളനകൾ ഏൽക്കുവാനോ അംഗീകരിച്ച് അതനുസരിച്ച് ആ സ്നേഹിതനോട് സ്നേഹം കൂടുവാനോ അനേകർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പ്രിയ രാജേട്ടൻ്റെ ജീവിതത്തിൽ ആ സ്നേഹിതനെ ഒന്നുകൂടി ആഴത്തിൽ സ്നേഹിക്കുവാൻ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായി. ആ അനുഭവങ്ങളൊക്കെ തന്നെ ആ സ്നേഹിതനെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുവാൻ, അല്ലെങ്കിൽ ആ സ്നേഹിതനെ ജീവിതത്തിലെ ഉറ്റ സ്നേഹിതനായി, നിത്യസ്നേഹിതനായി, കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുവാൻ ഇടയായി തീർന്ന ചില സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എത്ര നല്ല ഓർമ്മകൾ, എത്ര നല്ല അനുഭവങ്ങൾ. മോൻ ചോദിച്ചല്ലോ, യേശുവിനെ കാണാൻ പോവുകയാണോ എന്ന്. ആ സന്ദർഭങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്ന ആ ഒരു രംഗമാണ് ആ മകൻ്റെ ഭാവനയിലും ഉണ്ടായിരുന്നത്. ഒരു സ്നേഹിതനെ കാണുവാൻ പോകുന്ന അതേ ഒരു മനോഭാവം ആ വീട്ടിലും ഉണ്ടാക്കിയെടുത്തു. ഇന്നും ആ സ്നേഹിതനോട് ചേർന്നുള്ളതായ ആ ഒരു ജീവിതയാത്ര അനേക പ്രിയപ്പെട്ടവർക്ക് ആ സ്നേഹിതനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ആ നല്ല സ്നേഹിതനെ നല്ല ദൈവവും കർത്താവുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ഓർമ്മകൾ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്നേഹിതനെ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ആലോചിച്ചു പോവുകയായിരുന്നു, ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമായിരുന്നോ? കാരണം നിരാശ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ബിസിനസ്സുകൾ തരിപ്പണമായപ്പോൾ, തകർന്നു പോയപ്പോൾ, ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ, ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച പല സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ടായി. എന്നാൽ ആ നല്ല സ്നേഹിതൻ ആ തെറ്റ് തിരുത്തി, ആ നല്ല സ്നേഹിതൻ നൽവഴി കാട്ടിത്തന്നു. ആ നല്ല സ്നേഹിതൻ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ആ സുലഭ നിമിഷങ്ങളൊക്കെ അവർണ്ണനീയമാണ്. അതാരാലും വർണ്ണിക്കുവാൻ കഴിയാത്ത ദൈവസ്നേഹം. ചില സന്ദർഭങ്ങളിൽ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു, നടുവേദനയുണ്ടായി, മറ്റു പല പ്രശ്നങ്ങളുണ്ടായി, ജീവിതത്തിൽ സങ്കീർണമായ ചില സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നു. പക്ഷേ ആ നല്ല സ്നേഹിതൻ എല്ലായ്പ്പോഴും കൂടെ ഇരുന്ന് വേണ്ടുന്ന ആലോചന പറഞ്ഞു തന്നു. ഇന്നയോളം കൊണ്ടുവന്നു. ഇന്ന് ആ സ്നേഹിതനെ വിട്ടുപിരിയാൻ കഴിയാതെ വണ്ണം അടുത്തുപോയ ആ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ആമേനെ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഈ സാക്ഷ്യത്തിൽ ഉടനീളം പ്രസ്താവിക്കപ്പെട്ടത്. പ്രിയ രാജേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ബന്ധുക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. രാജേട്ടനുമായി കൂട്ടുകൂടുന്ന എല്ലാവരിലേക്കും ഈ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവം പിന്നെ സഹായിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ എന്ന് ഞങ്ങൾ ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV-യിൽ കടന്നു വന്ന് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പിന്നെയും ഏറെ അവസരങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറെ വേദികളെ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൃശ്ശൂര് ജനിച്ചു വളർന്ന് തെക്കൻ ജില്ലയിലേക്ക്, കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്ത് വന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ഫർണിച്ചർ കച്ചവടവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഒരു തൃശ്ശൂർക്കാരൻ്റെ ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ആ ഒരു തൃശ്ശൂർ സ്ലാങ്ങിൽ ഉള്ള ഒരു സാക്ഷ്യം
എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ തെക്കൻ ജില്ലയിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത് കൊണ്ട് അത്രത്തോളം ആ സ്ലാങ് വന്നില്ലെങ്കിൽ പോലും നല്ല ഒരു സാക്ഷ്യം, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഈ ദേവദാസനെ, കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്കും പ്രാർത്ഥനയിൽ ഓർക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com